പ്രൈസ് ദി ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ ഒരു പ്രാവശ്യത്തോടെ വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ ഓരോ ആഴ്ചയും വ്യത്യസ്തമായ ഓരോരോ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടുവരികയാണ്. ഇന്നത്തെ സാക്ഷ്യം വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ പ്രിയ സിസ്റ്റർ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കണ്ണുനീരിൻ്റെ താഴ്വരയിലും കൈവിടാത്ത ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ആ സാക്ഷ്യം കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാം. കർത്താവിന് സ്തോത്രം. നല്ല ഈ സമയത്തിനായിട്ട് കർത്താവിന് മഹത്വം കരയേറ്റാം. നന്ദിയോടുകൂടെ സ്തോത്രം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈവനിങ് സമയത്തിനായി സ്തോത്രം. വിമൺ ഫോർ ജീസസിൻ്റെ ഒരു പുതിയ എപ്പിസോഡും കൂടെ ഞങ്ങൾക്കൊന്നിച്ചതിൻ്റെ സന്നിധിയിലായിരിക്കും കൊണ്ട് അവിടുന്ന് ഈ ഉപകാരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് അവിടുന്ന് ഉപയോഗിക്കണം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവ്, വിവിധ ഭാഗത്തുനിന്ന് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മക്കളെ ബ്ലസ് ചെയ്താട്ട് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ ഞങ്ങൾക്കെല്ലാം ആത്മിക വർധനവിന്, അനുഗ്രഹത്തിന്, നന്മയ്ക്ക് കാരണമായി തീരണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കുറവുകളെ ക്ഷമിക്കണം. ദൈവമഹത്വം വെളിപ്പെടണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേക അനുഗ്രഹവും സാന്നിധ്യം ഉണ്ടാകണം. യേശു പോലെ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അനി സജുവാണ്. എറണാകുളത്തെ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പ്രിയ സിസ്റ്റർ ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്നേഹത്തോടെ പ്രിയ സിസ്റ്റർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. മുളന്തുരുത്തി എന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ? എറണാകുളം. അതെ അതെ. ഓക്കെ 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 സിസ്റ്ററെ, എന്നിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് പരിചയപ്പെടുത്താം. സിസ്റ്റർ അവിടെ തന്നെയാണോ ജനിച്ച് വളർന്നത്, അല്ലെ അത് വിവാഹം ചെയ്ത് അവിടെ വന്നതാണോ? അതെല്ലാം ഒന്ന് പറയാം. ഇല്ല, ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിൽ തന്നെ വൈറ്റില എന്ന് പറയുന്ന സ്ഥലത്ത്, ജനത എന്ന സ്ഥലത്താണ്. അവിടുന്ന് ഒരു 2ാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ അവിടുന്ന് ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പാടിമലയിലാണ് പിന്നെ ഞാൻ വളർത്തപ്പെട്ടതും പഠിച്ചതും സ്കൂൾ കാര്യങ്ങളൊക്കെ. അവിടുന്ന് വിവാഹം വരെ അവിടെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങള് മുളന്തുരുത്തിയിലാണ് താമസിക്കുന്നത്. ഒരു വിശ്വാസ കുടുംബത്തിലൊക്കെയാണോ ജനിച്ചു വളർന്നത്? പെന്തിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരുന്നോ? അല്ല, ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അച്ഛനും അമ്മയും, അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. പിന്നെ ഞങ്ങള് 4 മക്കളാണ്. ചേച്ചി, രണ്ടാമത്തെ ഞാന്, പിന്നെ എൻ്റെ ഒരു ഇളയ അനിയത്തി, പിന്നെ ഒരു അനിയൻ, ബ്രദർ ഏറ്റവും ഇളയത്. ഞങ്ങൾ അങ്ങനെ 4 മക്കളാണ്. കർത്തൃ ശുശ്രൂഷയിലായിരുന്നു അല്ലേ? കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരുന്നു. വിവാഹ ശേഷം ഞങ്ങൾ കുറച്ച് ഇപ്പൊ ഒരു 3-4 വർഷമായുള്ള കർത്തൃ ശുശ്രൂഷയിലായിട്ട് ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഓക്കെ. അപ്പം നമുക്ക് ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കാം. കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള അനുഭവമുണ്ട്. അപ്പം നമുക്ക് എല്ലാ അനുഭവങ്ങളും കേൾക്കാമല്ലോ. ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ ദൈവപ്രവർത്തികളും പറയാം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ജീവിതത്തിലെ ഈ ദിവസങ്ങളിൽ കടന്നുപോയ വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതെല്ലാം സിസ്റ്ററുടെ ജീവിതത്തിലെ പ്രധാന അനുഭവങ്ങളാണ്. അതെല്ലാം പറയണം. എന്നാൽ ആദ്യം നമുക്ക് സിസ്റ്ററുടെ പശ്ചാത്തലവും ചെറിയ പ്രായത്തിലെ അനുഭവങ്ങളും വിശ്വാസത്തിൽ വന്നതും ഒക്കെ ഒന്ന് കേട്ട് തുടങ്ങാം. സിസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. അത്യാവശ്യം ഉണ്ടല്ലേ ഞങ്ങൾ ഇനി ഇടയ്ക്ക് ചോദ്യം ചോദിക്കത്തുള്ളൂ. ഓക്കെ, ശരി. ഈ മീഡിയയിലേക്ക് എന്നിങ്ങനെ ക്ഷണിച്ച പ്രിയ ദേവദാസനും ദാസിക യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനം അറിയിക്കുകയാണ്. എന്നെ സിസ്റ്റർ സോഫി, സൗദിയിലുള്ള ആന്റിയാണ് എന്നെ ഇതിലേക്ക് ചേർത്തത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാനുള്ള അവസരം ഒരുക്കി തന്നെ ആന്റിക്കും ഈ സമയം ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ കുടുംബ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ബാല്യകാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വൈറ്റിലയിലാണ്. വൈറ്റിലയിൽ ജനത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതും 2ാം ക്ലാസ് വരെ. 1ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്. 2ാം ക്ലാസ്സില് ഞങ്ങൾക്ക് അച്ഛൻ ഞങ്ങൾ ചോറ്റാനിക്കര സ്ഥലത്ത് വീട് വാങ്ങിക്കുകയും അങ്ങോട്ടേക്ക് മാറേണ്ടതായിട്ട് വന്നു. അവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ 4 മക്കളും ഉണ്ട്. ഞങ്ങൾ അവിടെ പിന്നെ സ്കൂൾ കാലങ്ങളെല്ലാം അവിടെയാണ് ജീവിച്ചതും വളർന്നതും. തീർത്തും ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത്. അവിടെയുള്ള അമ്പലങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ആചാരങ്ങളിലെല്ലാം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നെങ്കിലും ഞങ്ങള് 3 സഹോദരിമാരും ഏറ്റവും ഇളയതാണ് ഒരു ബ്രദർ. അപ്പൊ ഞങ്ങൾ ഈ 3 സഹോദരിമാര് വളരെ സ്നേഹവും കരുതലും ബന്ധം, നല്ല ആഴമേറിയ സ്നേഹബന്ധത്തിലൊക്കെ തന്നെ. കാരണം ഒരു ചതിയോ വഴക്കോ വീട്ടിലൊരു ബഹളമോ അയൽവക്കത്തൊരു ബഹളം അങ്ങനെ ഒന്നുമില്ല. നല്ല സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് തന്നെ ഞങ്ങളുടെ അപ്പനും അമ്മയും നല്ല ശിക്ഷണത്തിലും നല്ല ശാസനത്തിലും നല്ല അടിയൊക്കെ തന്നാണ് ഞങ്ങളെ ചെറുപ്രായത്തിൽ വളർത്തിയത്. കെട്ടിയിട്ടൊക്കെ തല്ലിയിട്ടുണ്ട് കുറുമ്പ് കാണിച്ചതിനൊക്കെ. അതുപോലെയുള്ള നല്ല ശിക്ഷണത്തിൽ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ നല്ലൊരു ദൈവഭയവും ദൈവസ്നേഹത്തിലൊക്കെ ആണെങ്കിൽ അന്ന് ദൈവത്തെക്കുറിച്ച് ആഴമായി അറിയില്ലെങ്കിലും അവരുടെ ആ സ്നേഹത്തിലൂടെയൊക്കെ ഞങ്ങൾ മുൻപോട്ട് കടന്നുപോയി.
അതിനുശേഷം എൻ്റെ ഇളയ സഹോദരി അവള് കോളേജിൽ പോകുന്ന സമയത്താണ്, അവൾ പഠിച്ച കോളേജ് ഒരു ക്രിസ്ത്യൻ കോളേജ് ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു ധ്യാനം കൂടാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോകും. അപ്പൊ അവള് ഹിന്ദുവിലായിരുന്നുകൊണ്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ദൈവങ്ങള് ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട്, യേശുവിനെ അതിലൊരാളായിട്ട് കണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് വലിയ തടസ്സം ഉണ്ടായിരുന്നില്ല ഈ കൂട്ടായ്മയ്ക്ക് പോവാൻ, ആ ധ്യാനത്തിന് പോകാൻ. അങ്ങനെ അവള് അത് പോയി അറ്റൻഡ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളോട് പറഞ്ഞു, നമ്മൾ പറയണത് പോലെ അല്ല, ശരിക്കും ഒരു ദൈവമുണ്ട്, ഒരു സത്യ ദൈവമുണ്ട്, ഒരു ജീവനുള്ളൊരു ദൈവമുണ്ട്, അത് യേശുക്രിസ്തു ആണ്. അത് ഈ പുസ്തകം വായിച്ചപ്പോഴാണ്, ബൈബിള് വായിച്ചപ്പോൾ അവിടെ ചെന്ന കൂട്ടായ്മ കൂടുകയും ബൈബിള് വായിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഒരു ബൈബിളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ പറഞ്ഞ അതിനകത്ത് മനസ്സിലായി, സത്യം എന്ന് പറയണതും ജീവൻ എന്ന് പറയണതും ആയത് യേശു തന്നെയാണ്, വേറൊരു ദൈവമില്ല. നമ്മൾ ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുമ്പോൾ ഒത്തിരി മന്ത്രങ്ങളും തന്ത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, നാമം ജപം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതെല്ലാം ആയെങ്കിലും ഈ സത്യം അറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു പുറകോട്ട് വലിയാൻ തുടങ്ങി പറയുന്ന കാര്യങ്ങളിലൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ വീട്ടിലെ ആദ്യ സമയങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ആദ്യം അത്ര അങ്ങ് കാര്യമാക്കി എടുത്തില്ലെങ്കിലും പതുക്കെ പതുക്കെ ഞങ്ങളുടെ ജീവിത രീതികൾക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാരണം അവള് വന്നത് പറഞ്ഞു, പിന്നെ ഞങ്ങളും കിട്ടിയ അവസരത്തിൽ അവിടെ പോയി മീറ്റിംഗ് കൂടാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി. അപ്പൊ അതിനകത്ത് നിന്നൊക്കെ കർത്താവിന്റെ ആ സത്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞത് നിമിത്തം പിന്നെ അമ്മയോട് പല ചോദ്യങ്ങളായി. എന്താ അമ്പലത്തിൽ പോകുമ്പം അവിടുത്തെ ദൈവങ്ങള് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ചിലപ്പോ അമ്മ പറയും ദൈവത്തിന് സങ്കടമുണ്ട്, വിഷമമുണ്ട്, അപ്പൊ ദൈവം റെസ്റ്റാണ്, അപ്പൊ ദൈവത്തിന് ഉറങ്ങേണ്ട സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ ഉച്ചയ്ക്ക് എന്താ അമ്പലത്തിൽ പോവാത്തേന്നൊക്കെ ചോദിക്കുമ്പോ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾക്ക് മറുപടികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ ദൈവത്തിനും ഉണ്ട് കഷ്ടകാലം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കും, ദൈവത്തിന് കഷ്ടകാലം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോ നമ്മുടെ കഷ്ടകാലത്തിന് എങ്ങനെയാ ആ ദൈവത്തിന് നമുക്ക് സേവിക്കാൻ പറ്റും എന്നൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ചോദിക്കും. അപ്പൊ അയ്യോ അങ്ങനെയൊന്നും ചോദിച്ചുകൂടാ, പറഞ്ഞുകൂടാ, ദൈവകോപം ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ അങ്ങനെ ആ ഒരു ഭയത്തിലേക്കാ വളർത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ ഇപ്പൊ ശിവലിംഗം എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഞങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അമ്മയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല, മറുപടി ഇല്ല പറയാൻ. എന്നാലും ഞങ്ങളെ പേടിപ്പിച്ച് ഇങ്ങനെ ബലപ്പെടുത്തി ഞെക്കി അമർത്തിയൊക്കെയാണ് വെച്ചിരുന്നത്. അതിനുശേഷം ഞങ്ങള് ഇങ്ങനെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ യേശുവിനെ പതുക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യ സമയങ്ങളിലൊക്കെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചെങ്കിൽ ഈ അമ്പലത്തിൽ പോക്ക് കാര്യങ്ങള്, പ്രാർത്ഥന, വിളക്ക് വെക്കല് പരിപാടികളൊക്കെ ഞങ്ങൾ നിർത്തലാക്കി തുടങ്ങിയത് കണ്ടപ്പം ഞങ്ങളുടെ അച്ഛന് ഇച്ചിരി ബുദ്ധിമുട്ടായി. അച്ഛൻ പറഞ്ഞു, ഇനി നിന്റെ മക്കള് 3 പേരും കന്യാസ്ത്രീകളാകാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങളൊരു കത്തോലിക്ക രീതിയിലാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ കൊന്തയുണ്ട്, ബെൻഡിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഫോളോ ചെയ്തപ്പോ ഇവർക്ക് ഭയങ്കര സംശയം. കാരണം 3 പേരും ഒരാൾ പോയെങ്കിൽ പെട്ടു, ഇത് 3 ഒറ്റയടിക്ക് പോവുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത അപ്പനെ ഒത്തിരി ഒരു വിഷമത്തിൽ കൊണ്ടുവന്നു. എന്നാലും പിന്നെ ഞങ്ങള് കൃപയാല് അങ്ങനെ ഒളിച്ചും പാത്തൊക്കെ ബൈബിള് വായിക്കാൻ തുടങ്ങി. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളോട് ഇടപെടുത്തുമായിരുന്നു, കാണിക്കുമായിരുന്നു, ഒത്തിരി വേദനിപ്പിക്കുന്ന കാര്യം. പക്ഷെ അന്നൊക്കെ ആ വായിക്കാനുള്ളൊരു രസവും അല്ലെങ്കിൽ അതിനോടുള്ളൊരു സുഖവും, എന്തോ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി നമ്മൾ അതിനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പോയെങ്കിലും ഞാനൊരു 18-19 വയസ്സിന് ശേഷം എനിക്ക് ജോലി സംബന്ധമായിട്ട് നോർത്ത് ഇന്ത്യക്ക് പോകേണ്ട ഒരു അവസരം വന്നു. അങ്ങനെ ഞാൻ ജോലിയായിട്ട് അങ്ങോട്ട് പോയെങ്കിലും എന്റെ സഹോദരന്മാര് നാട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ സംസാരിക്കുക അല്ലെങ്കിൽ ബൈബിള് വായിക്കുമെങ്കിൽ അതിന്റെ ആഴമായ, കത്തോലിക്ക പള്ളിയിൽ അന്ന് സമയം കിട്ടുമ്പോഴൊക്കെ പോകുമായിരുന്നു. അപ്പൊ ആഴമായ ഒരു ബന്ധം എന്തുവാ, ഇപ്പൊ നമ്മൾ ഒരു പെന്തക്കോസ്റ്റ് ആചാരം അല്ലെങ്കിൽ വചനത്തിന്റെ ആഴങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് കിട്ടിയ വിശ്വാസം മുറുകെ പിടിച്ച് അതിനനുസരിച്ച് ഞങ്ങളെ കയറി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഇതിനകത്ത് സ്നാനം, അപ്പൊ ഞങ്ങൾ ഈ അച്ഛന്മാരോട് ചോദിക്കും, വിഗ്രഹം ഉണ്ടാക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കണേ, അപ്പൊ എന്തുകൊണ്ട് ഇതിനകത്ത് വിഗ്രഹം ഉണ്ടല്ലോ പള്ളിയിൽ എന്നൊക്കെ ഞങ്ങൾ അവിടെ സംശയം ചോദിക്കും. അപ്പൊ അച്ഛൻ അയ്യോ അങ്ങനെ ചോദിക്കാൻ പാടില്ല, അങ്ങനെയല്ല, അവരും അവരുടെ രീതിയിൽ അതിനെ അങ്ങ് ഒതുക്കി തരുമായിരുന്നു. അപ്പൊ നമുക്ക് പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് തൃപ്തിയാവത്തില്ലായിരുന്നു. എന്നിട്ടും നമ്മൾ മുമ്പോട്ട് പിന്നെ ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ കിടത്തിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യണ സമയത്ത് എന്റെ ചേച്ചിയും അനിയത്തി നാട്ടിലുള്ള സമയത്ത് ഇവര് ഇതിങ്ങനെ കൂടുതൽ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ആഴത്തിലെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അവര് കർത്താവ് ഇതൊന്ന് സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. അന്നൊക്കെ പെന്തക്കോസ്റ്റൊക്കെ അത്ര വിശാലമായ സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയമല്ല ആ സമയങ്ങളിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ആരോടും ചോദിക്കാനോ ഇതുപോലത്തെ മീഡിയകളോ പുസ്തകങ്ങളോ ഒന്നും അന്ന് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ചോദിക്കാനും ആളില്ല. പിന്നെ മേലോട്ട് നോക്കി കർത്താവിനോട് ചോദിക്കുക എന്നുള്ളത് മാത്രമേ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഒരു 4-5 വീട് അപ്പുറത്ത്
ഒരു സഹോദരൻ, അദ്ദേഹം അപ്പൊ എന്റെ ബ്രദർ ഇടയ്ക്ക് ഇവരുടെ അവരുടെ വീട്ടിൽ കൂടുതലും ആൺമക്കൾ. അപ്പൊ അടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചിയെ കല്യാണം കഴിച്ചു വിട്ടതുകൊണ്ട് ഈ വീട്ടില് ആൺപിള്ളേരുള്ളതുകൊണ്ട് ഇവൻ ഇടയ്ക്ക് അവിടെ പോയിരിക്കും. അപ്പൊ ഇങ്ങനെ വർത്താനമൊക്കെ പറയുമ്പോ ഇവൻ നോക്കും, ഇപ്പൊ അവിടുത്തെ ആ ചേട്ടൻ ഒരു ജയിലില് ഒരു വിഷയത്തിന്റെ പുറത്തായതായിരുന്നു. അപ്പൊ പരോളിന് നാട്ടിൽ വന്ന സമയത്ത് ആള് ഈ പുസ്തകം വായിക്കും, ബൈബിള് വായിക്കും. അപ്പൊ എന്റെ അനിയൻ ആങ്ങളെ ചെന്നിട്ട് ആ ചേട്ടനോട് പറഞ്ഞ് അണ്ണാന്നാ വിളിക്കുന്നത്. അപ്പൊ അണ്ണ, എന്റെ ചേച്ചിമാര് ഇതുപോലത്തെ കറുത്ത കുറവുള്ള ഒരു പുസ്തകമാണല്ലോ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഞങ്ങളുടെ അടുത്ത് വരും. അപ്പൊ ഞാനില്ല, ചേച്ചിമാരോട് പറഞ്ഞ് ഇതുപോലത്തെ പുസ്തകമാണ് ഞാൻ അവിടെ ചെന്നപ്പോ ആ അണ്ണനും വായിക്കുന്ന കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു ആ അണ്ണനോട് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം വരാൻ പറയാൻ പറഞ്ഞു. അപ്പൊ അണ്ണനും പറഞ്ഞു ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരാം. കാരണം പുള്ളി ആ ഒരു കേസിന്റെ വിഷയത്തിലായതുകൊണ്ട് ആ നാട്ടിൽ ആരും തന്നെ സിസ്റ്ററെ ഞാനേ ചോദിക്കുന്നതേ, ചോറ്റാനിക്കരയായിരുന്നു ആ സമയത്തല്ലേ? അതെ, നമ്മുടെ ചോറ്റാനിക്കരയിൽ നിന്ന് നമുക്ക് ചോറ്റാനിക്കര രാധാകൃഷ്ണൻ പാസ്റ്ററൊക്കെ സാക്ഷ്യത്തിന് വന്നിട്ടുണ്ട്. ആ പാസ്റ്ററെ ഞാൻ ഈ പറഞ്ഞ എനിക്ക് തോന്നി ജയിലിൽ കിടന്നെന്നൊക്കെ പറഞ്ഞപ്പോ ചോറ്റാനിക്കര രാധാകൃഷ്ണൻ പാസ്റ്റർ കാര്യമാ പറയുന്നത്. അതെ, ഞങ്ങൾ അണ്ണൻ വിളിക്കുന്നത്. ഞങ്ങളുടെ ഒരു നല്ല ആത്മീയ സഹോദരനാണ്. ശരി, പറയാം കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ അദ്ദേഹം അപ്പൊ ആ സമയത്ത് അങ്ങനെ വീടുകളിലൊന്നും അങ്ങനെ കയറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുള്ളത് ഞങ്ങളുടെ വീട്ടിലാണ്. 3 പെൺപിള്ളേരെ. ബാക്കി എല്ലാവർക്കും 1 2 ഒന്നാ കൂടുതൽ, 2 കുറവ്, 3 പേര് ഞങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളെ ഭയങ്കര കാര്യങ്ങളല്ല, ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും എല്ലാവരോടും നല്ല സഹകരണമൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് അച്ഛൻ ഇടയ്ക്ക് വിളിക്കുകയും വരികയൊക്കെ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് പുള്ളി വന്നതിൽ അച്ഛൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ വിശ്വാസത്തിലേക്ക് വരുന്ന സമയം 18 വയസ്സെന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാവ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനത്തെ സ്വന്തം ഇഷ്ടത്താൽ അദ്ദേഹം അത് ചെയ്തതാ. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ശരിക്കും, അതായത് അതിനു മുമ്പ് വരെ ഞങ്ങൾ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം മോശമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ജീവിച്ചിരുന്നെങ്കിലും ഞങ്ങളുടെ ഈ പഠന മേഖല, വിദ്യാഭ്യാസത്തിന്റെ പ്രീ ഡിഗ്രി സമയങ്ങളിലാണ് ഞങ്ങൾക്ക് ഈ വിഷയം വരുന്നത്. അതോടുകൂടെ ഞങ്ങൾക്ക് എന്താ പറയാ, മുമ്പോട്ട് ഒത്തിരി സാമ്പത്തികം, നിങ്ങൾക്ക് വേറെ സമ്പത്തോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഡെപ്പോസിറ്റ്സ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ ഒരു ഇതിലിരുന്നപ്പോ ആണ് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ഈ കർത്താവിനോടുള്ള സ്നേഹത്തെ ഞങ്ങൾക്ക് മുറുകെ പിടിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നത്. അതാണ് ഞങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനുണ്ടായ ഏറ്റവും മുഖ്യമായ കാര്യം. അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. പ്രേസലോ. അങ്ങനെ ഈ അണ്ണൻ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും, ചേച്ചിയൊക്കെ ചോദിക്കും, ഇതിനകത്ത് ഇങ്ങനെയാണ്, കത്തോലിക്കയിൽ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോ അദ്ദേഹം ജയിലിൽ നിന്നും ഇത് സംസാരിച്ച് പഠിച്ച് അവിടെ ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരാളായതുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇതാണ് സത്യം, ഇങ്ങനെയാണെന്നൊക്കെ ചേച്ചിയോടും അനിയത്തിയോടും പറഞ്ഞു. അപ്പൊ അവരതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയെങ്കിലും ഞാൻ അവിടെ ഇല്ലാത്തത് കാരണം ഞാൻ ഇത് കേൾക്കുന്നുമില്ല. പക്ഷെ എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് കത്തോലിക്ക വിശ്വാസമാണ്. അപ്പൊ ഈ കത്തോലിക്ക വിശ്വാസത്തിനകത്ത് ഞാൻ ചെന്നിരിക്കുന്ന സ്കൂളും കത്തോലിക്ക സ്കൂളാണ്. അപ്പൊ അവിടെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പം അവിടത്തെ ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും, അതായത് ഞങ്ങള് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ സ്റ്റാഫുകളും ക്രിസ്ത്യൻസ് തന്നെ, കത്തോലിക്കര് വേണ്ടി. ഞാൻ മാത്രമേ അതിനകത്ത് കത്തോലിക്കരല്ലാത്തേ ഉള്ളൂ. പക്ഷെ അവരെക്കാൾ സ്ട്രോങ് ആണ് അവിടുത്തെ വിശ്വാസത്തില്. ഞായറാഴ്ച പള്ളിയിൽ പോകും, എന്നും രാവിലെ 6 മണിക്ക് പള്ളിയിൽ പോകും. ഇതിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ. അപ്പൊ എന്റെ പേര് ഏതാണ്ട് അവരോട് ചേർന്നൊരു പേര്, എന്നെ കണ്ട ക്രിസ്ത്യാനിയാന്നല്ലാണ്ട് തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് എന്നെ ആ ലെവലിലാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ ഞാൻ പോകുമ്പോ ചേച്ചി ഇതുപോലെ എനിക്ക് ലെറ്റർ എഴുതുമ്പോ പറയും, അതല്ല വിശ്വാസം, ഇതാണ് വിശ്വാസം, ഇങ്ങനെയാ പോകണ്ടേ. ബൈബിള് പഠിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ എനിക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഓരോ സമയം മാറി മാറി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് ആ സമയത്ത് അച്ഛനെ പേടി, അമ്മയെ പേടി, ചേച്ചിയെ പേടി, അനിയത്തിയെ പേടി, ആങ്ങളെ പേടി, എല്ലാവരും എനിക്ക് പേടി. ഞാനൊരു സൈലന്റ് നേച്ചറാണ്. ഞാനിങ്ങനെ വീട്ടിലെ അമ്മയുടെ സാരി തുമ്പിൽ, അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഒരു ലോകമില്ല, വീട്ടിന്റെ അങ്ങനത്തെ ഒരു ചുറ്റുപാടിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരിത് പറയുമ്പോ എനിക്ക് ഇനി വേറെ ഒന്നും കൂടെ വന്ന അപ്പനും അമ്മയും വഴക്ക് പറയും, തല്ലും അല്ലെങ്കിൽ ബഹളം, ഇതൊക്കെ ഉള്ളിൽ പേടി എനിക്കുണ്ട്. പിന്നെ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്നത് ഇവരിൽ നിന്ന് ഒറ്റയ്ക്ക് ഞാൻ മാറിയാൽ എനിക്ക് ഒറ്റയ്ക്ക് എന്റെ അപ്പനും അമ്മയും ജയിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ഇവരോട് ചേർന്ന് അങ്ങനെ അങ്ങ് പോവുക. പക്ഷെ
ഇവര് വീണ്ടും വീണ്ടും ഇതല്ല ഇങ്ങനെ പറയും തോറും എനിക്കായ കൺഫ്യൂഷനായി. അപ്പൊ ഞാൻ ഇങ്ങനെ ചേച്ചിയോട്, നിങ്ങൾ ഇങ്ങനെ മാറി മാറി പറഞ്ഞാല് ഞാൻ ഇതിനകത്ത് ഏതാ വിശ്വസിക്കണേ, എനിക്ക് അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ മാറാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഞാനങ്ങ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോ അവിടെ എല്ലാ ഒരു സമയമുണ്ട്, കത്തോലിക്കർ ഇങ്ങനെ കൊന്ത മാസം എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ട്. അപ്പൊ ആ മാസം എല്ലാവരും ഇങ്ങനെ വൈകിട്ട് ഒന്നിച്ചുകൂടി എന്നും കൊന്ത ചെല്ലണം. അപ്പൊ ഇത് ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ട് ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഇപ്പം ചർച്ചിൽ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിങ്ങൾ കൊന്ത ചൊല്ലുന്ന സമയത്ത് നീ അതിനകത്ത് പോയി ഇരിക്കരുത്, കൊന്ത പാടില്ല, വചനത്തിൽ ഒരിടത്തും ബൈബിളിൽ കൊന്ത എഴുതിയിട്ടില്ല, വെൻഡിങ്ങേ ഇല്ല, ഇങ്ങനെ കുരിശുവരയില്ല, അല്ലെങ്കിൽ വിഗ്രഹം ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി എന്നോട് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ലെറ്റർ വരും. ലെറ്ററിലാണ് അന്ന് സംസാരം. അപ്പൊ ലെറ്റർ വന്ന് ഈ അണ്ണനും എനിക്ക് ലെറ്റർ ഒക്കെ എഴുതും. അപ്പൊ ഞാൻ ഓർക്കും ഈ പുള്ളി എന്തോ ഇങ്ങനെയൊക്കെ എഴുതും, ഇത് എനിക്ക് മനസ്സിലാകത്തില്ല, കുറെ ഡീറ്റെയിൽ വലിയ ആ ലെറ്റർ മീൻസ് ഇൻലാൻഡിന്റെ മൊത്തം എഴുതിയിട്ട് എക്സ്ട്രാ 2 പേപ്പറും കൂടെ വെച്ചാണ് ആള് കാര്യമൊക്കെ എഴുതുന്നത്. എന്നെ പഠിപ്പിക്കുന്നതാ, പക്ഷെ ഇതൊന്നും എന്റെ ചെവിയിലോ തലയിലോ കേറത്തില്ല. ഞാൻ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് എഴുതി പോവത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ചേച്ചി ഈ ഒരു വിഷയം അത് എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൊണ്ടു. അപ്പൊ ചേച്ചി എന്നോടൊരു കാര്യം, നിനക്ക് ഇതിനകത്ത് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഇതിനകത്ത് സത്യം ഏതാണെന്ന് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. അപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ കൂട്ടുകാരാണ് ഇപ്പൊ അയ്യോ അത് തെറ്റാണ്, മാതാവാണ് വലുത്, മാതാവില്ലാതെ കുഞ്ഞില്ല മോനില്ല എന്നൊക്കെ പറഞ്ഞ അവരുടെ ടീച്ചിങ് അങ്ങനെ. ഇതിന്റെ രണ്ടിന്റെയും കൺഫ്യൂഷന്റെ ഇടയിൽ ചേച്ചി പറഞ്ഞ വാക്ക് ഞാനിങ്ങനെ മനസ്സിൽ എൻ്റെ വന്നു. അപ്പൊ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാന്ന്, ദൈവമേ ഈ എന്റെ ചേച്ചി ഒരിക്കലും എന്നെ ചതിക്കത്തില്ല, വഞ്ചിക്കില്ല, അല്ലെങ്കിൽ എനിക്കൊരു ദോഷം വരാൻ ആഗ്രഹിക്കത്തില്ല. എന്റെ കൂട്ടുകാരും അങ്ങനെ പോലെ. പക്ഷെ ഇവരെ രണ്ടുപേരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇതിനകത്തെ സത്യം എന്താണ് എന്നുള്ള ദൈവം എനിക്ക് പറഞ്ഞു തന്നെ. കാരണം അതോട് ഇന്ന് തൊണ്ട് ഈ പരിപാടി ഞാൻ നിർത്തുക. കാരണം ഇത് ഒന്നിലല്ലാത്ത അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടുകാരും വെറുത്തു, അല്ലെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ പ്രശ്നത്തിലാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ട് ഞാൻ ദൈവത്തോട് ഈ കാര്യം സംസാരിച്ചിട്ട് ഞാനിപ്പോ ഇവരെന്നെ കൊന്തയെല്ലാം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല. ഞാൻ റൂമിൽ തന്നെ, റൂമിന്റെ ഒരു മൂലയ്ക്കാണ് ഞങ്ങൾ കൊന്തയ്ക്ക് ഇരിക്കുന്നത്, രൂപമൊക്കെ വെച്ചിട്ട്. ഇപ്പുറത്തെ എന്റെ ബെഡിൽ കയറി ഞാനിങ്ങനെ ഇരുന്നിട്ട് ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പൊ ബൈബിൾ എടുത്ത് ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവ് എന്റെ ചേച്ചി പറയുന്നതാണ്, ഫ്രണ്ട്സ് പറയുന്നതാണ് സത്യം എന്നുള്ളത് ദൈവം എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ട് ബൈബിൾ, എന്നാ അങ്ങനെ ബൈബിൾ വായിക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിച്ചതും തുറന്നതും എനിക്ക് കിട്ടിയത് 1 തിമോത്തി 2-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. എനിക്കങ്ങോട്ട് അത്ഭുതമായി പോയി. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ ഇച്ഛിക്കുന്നു. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇത് എന്റെ ഉള്ളിലേക്ക് ഒരു ബൾബ് കത്തുന്ന പോലെ എന്തോ ഒരു വല്ലാത്തൊരു ശക്തി എന്റെ ഉള്ളിലോട്ട് കയറാൻ തുടങ്ങി. എനിക്ക് കണ്ണീന്ന് ഇരുട്ട് കയറുന്ന പോലെ എനിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കും ഇത് എങ്ങനെ ഇതിനകത്ത് വന്ന്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിന് തക്കതായ മറുപടി. കാരണം വേറൊരു മധ്യസ്ഥനില്ല, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥൻ ക്രിസ്തുയേശു തന്നെ. നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല, കാരണം എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു മറുപടി കിട്ടി, ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. അപ്പൊ ഇവര് പറഞ്ഞ് ദോഷം വരും ശാപം വരും അതിങ്ങനെ കുറെ. ഞാൻ എന്ത് വന്നാലും ഇത് വിട്ടിട്ടൊരു പരിപാടി ഇല്ലാതെ പറഞ്ഞു. അന്നത്തെ കൊണ്ട് ഞാൻ എന്റെ എന്താ പറയാ കത്തോലിക്ക വിശ്വാസവും ആ കൊന്ത പരിപാടികളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. അന്ന് ഞാൻ കർത്താവിനെ അങ്ങനെ അറിഞ്ഞ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമെങ്കിലും ഈ പറഞ്ഞ ഒരു വിശ്വാസ ജീവിതമോ അല്ലെങ്കിൽ എന്നുവെച്ചാൽ പാപം അല്ലെങ്കിൽ കള്ളം നമ്മൾ അന്യായം അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അതിലൊക്കെ ഒരു ദൈവഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ജീവിതം അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതായത് നമ്മൾ സിനിമ കാണുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂട്ടുകൂടി പോവുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഇങ്ങനെ നിർബന്ധിച്ചു, നമുക്ക് സ്നാനം എടുക്കണം. എന്താ സ്നാനം, എന്തിനാ സ്നാനം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇവരുടെ കൂടെ വീണ്ടും ഞാൻ ഒഴുകുക. അപ്പൊ ഇവരുടെ കൂടെ കയറി വീണ്ടും ഒന്നിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഒരു ദിവസമാണ് സ്നാനപ്പെടുന്നത്. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ വർഷത്തിൽ ഒരു 2 മാസമാണ് നാട്ടിൽ വരുന്നത്. ആ നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ചർച്ചിൽ പോകും. അത് ഈ അണ്ണൻ വഴിയാണ് ഞങ്ങൾക്ക് ഒരു ചർച്ച് കണക്ട് ചെയ്ത് തരുന്നത്. അപ്പൊ അച്ഛൻ ഈ അണ്ണനെ വീട്ടിൽ കയറ്റിയിട്ട് അച്ഛൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും എന്റെ പിള്ളേരെ നേരെ ചൊവ്വയാക്കി എനിക്ക് തരണം എന്നും പറഞ്ഞാണ് അണ്ണനെ വീട്ടിൽ കയറ്റി ഇരുത്തി ഞങ്ങളോട് സംസാരിപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ കിട്ടുന്ന സമയം മുഴുവൻ ഞങ്ങളോട് സുവിശേഷമാണ് പറയുന്നത്. അപ്പൊ ഈ സുവിശേഷം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കർത്താവിനോട് ചേർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അച്ഛൻ പറയും, നീ ഇവരെ ഞങ്ങളിലേക്ക് ആക്കാൻ വേണ്ടി നിന്നെ അവസരം തന്നിട്ട് നീ അത് നിന്റെ ഭാഗത്താക്കിയെന്ന് ചോദിച്ചിട്ട് അണ്ണനെ വഴക്ക് പറയും. പക്ഷെ എന്നാലും ഒരു സ്നേഹവും ബന്ധവും അച്ഛനും അണ്ണനും തമ്മിലും ഉണ്ടായിരുന്നു.
അങ്ങനെ വന്ന് പിന്നെ ജോലിക്ക് പോയി, സ്നാനപ്പെട്ടു, ജോലിക്ക് പോയി, അങ്ങനെയുള്ള ജീവിതങ്ങളിൽ പോയി കല്യാണത്തിന് സമയമെത്തിയപ്പം ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരിക്കുവാണല്ലോ. അപ്പൊ സമ്പാദ്യമൊന്നുമില്ല, മുമ്പേ പറഞ്ഞ പോലെ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒന്നും നിങ്ങൾക്ക് തരത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അവരുടെ ഇഷ്ടത്തിനെ കല്യാണം കഴിക്കാൻ വേണം. അങ്ങനെ ഒത്തിരി തടസ്സങ്ങൾ ആ സമയങ്ങളിൽ പറഞ്ഞെങ്കിലും ഓരോ പ്രാവശ്യം ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കിയതുപോലെ ഓരോ തവണയും കഠിനമാക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തി കൂടുകയും, അന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്രിസ്തുവിനോട് സ്വർഗത്തിൽ പോകണം എന്നല്ലാതെ അതിനകത്ത് അതിന്റെ നടുവിലുള്ള വിഷയങ്ങളൊന്നും അറിയില്ല. രണ്ടാമത് ഇങ്ങനെ പറയും, അമ്മ പറയും ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഇടി കൊള്ളാനും പറ്റത്തില്ല, തല്ലു കൊള്ളാനും പറ്റത്തില്ല, രണ്ടാമത് ഈ മദ്യപാനം മയക്കും ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അമ്മ പറയും, എന്നാ നിങ്ങളെ വല്ല ജയിലിൽ കിടക്കുന്നവരും, കാരണം ഈ അണ്ണന്റെ കൂടെയാണുള്ള കൂട്ട്, അപ്പൊ വല്ല ജയിലിൽ കിടക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങളെ കെട്ടാൻ വരുള്ളൂ, അല്ലെങ്കിൽ നല്ലവന്മാരും വരത്തില്ല. അമ്മ എപ്പോഴും ഞങ്ങളെ ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് വിഷമവും തോന്നും, എന്നാലും ഞങ്ങൾ ഇങ്ങനെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോ കല്യാണത്തിന്റെ നിർബന്ധങ്ങൾ വന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും, ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞ പോലെ, വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ വിട്ടൊരു ജീവിതം ഞങ്ങൾക്കില്ല. വിവാഹം കഴിക്കണമെങ്കിലും ഈ ദൈവത്തിൽ തന്നെ, വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ ദൈവത്തിൽ തന്നെ. കാരണം ഞങ്ങൾക്ക് അന്ന് 3 പേർക്കും ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭാവിയെ കുറിച്ചുള്ള ചിന്തയില്ല. കാരണം നമുക്ക് ജോലിയുണ്ട്, അത്യാവശ്യം പൈസയുണ്ട്, നമുക്ക് വേറെ തെറ്റിനൊന്നും പോകുന്നില്ല, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും. ഇത് മാത്രമേ അന്ന് മനസ്സിൽ കരുതിയുള്ളൂ. പക്ഷെ വിവാഹത്തിന്റെ നിർബന്ധങ്ങൾ വന്ന് അപ്പൻ ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങളുടെ നാട്ടുകാർ ഇടപെടാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ വീട്ടിലാണല്ലോ 3 പെൺപിള്ളേർ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നാട്ടുകാർ ചോദിക്കും, നിങ്ങൾ ഇനി ഈ പെൺപിള്ളേരെ കൊണ്ടാണോ ജീവിക്കാൻ തീരുമാനം? കാരണം അപ്പയ്ക്ക് വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാന്ന്. അപ്പൊ ഇവർക്ക് നാണക്കേടായി. ഇവർക്ക് പറയാനും പറ്റൂലല്ലോ ഞങ്ങളുടെ ഇതിൽ കെട്ടാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം വീട്ടുകാർ സമ്മതിച്ചു, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് കല്യാണം നടത്താം. അപ്പൊ അങ്ങനെ വന്ന് കല്യാണത്തിന്റെ തീരുമാനങ്ങൾ, അന്വേഷണങ്ങൾ, അന്നൊക്കെ ഈ പറഞ്ഞാലും നമുക്ക് മീഡിയകളൊക്കെ കുറവും. അപ്പൊ അന്വേഷിക്കുന്നതും റിസ്ക് തന്നെയാണ്. കാരണം ഇതുപോലെയുള്ളവരെയൊക്കെ കിട്ടുക, വിശ്വാസം നമുക്ക് അറിയില്ല. കാരണം ഞങ്ങൾ നാട്ടിൽ അധിക സമയം ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അതിന് ചുറ്റുപാടോ ചെയ്തു തരാൻ പറ്റിയവരൊന്നും നമുക്കില്ല. എന്നാലും കർത്താവ് ഇതെല്ലാം നമ്മള് അമ്മയുടെ ഉദരത്തിലാകും മുമ്പ് നമുക്ക് വേണ്ടി സകലതും ഒരുക്കിയവൻ, കരുതിയവൻ, അല്ലെങ്കിൽ ആ ദൈവത്തെ നമ്മൾ അറിയുവാൻ, ആ രക്ഷ നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ തുടങ്ങിയ ആ സമയം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ ഒരുക്കി വെച്ചൊരു ദൈവത്തിനാണല്ലോ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, കർത്താവിന്റെ കൃപയാലും ഞങ്ങളുടെ വിവാഹത്തിന്റെ കാര്യങ്ങളെ ദൈവം ക്രമീകരിച്ചു. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു സഭയില്, അല്ലെങ്കിൽ ഞങ്ങളെ സ്നാനപ്പെടുത്തി ദേവദാസന്റെ സഭയില് 2 പേര്, ആ ദേവദാസന്റെ വൈഫിന്റെ ബ്രദറും അവിടെ അസിസ്റ്റന്റ് ആയിട്ട് ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരി, ഇവര് 2 പേർക്ക് അവർ ആ സമയത്ത് കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ പാസ്റ്ററിന്റെ വീട്ടിൽ ചെന്ന്, ഞങ്ങൾക്ക് ഇങ്ങനെ വിവാഹം നടക്കണം, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ദേവദാസൻ, അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് എന്നാ എന്താ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ നിങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാനായിട്ട് വരുവാന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോ അവര് ഒരു വലിയ ടീമായിട്ടാ വരുന്നത്, വേറെ ആവശ്യത്തിന് പോയിട്ട് വരുന്ന വഴിയാ. അങ്ങനെ വന്നു, അവര് കണ്ടു. അവര് വന്നിട്ട് ഒരു വിചാരിച്ചത് ഒരാളെ കാണാൻ വരെ, പക്ഷെ അവര് വന്നത് 2 പേരെ കാണാനായിട്ടാ. 2 പേർക്കായിട്ട് കല്യാണം ഒരുങ്ങുമായിരുന്നു അവിടെ. അതായത് എന്റെ മൂത്ത സഹോദരിക്ക് എനിക്കും കൂടിയാണ് അവിടെ കല്യാണം ഒരുങ്ങുന്നത്. അതില് പാസ്റ്ററിന്റെ അളിയൻ വന്നിട്ട് ചേച്ചിക്ക് ഹസ്ബൻഡായിട്ട്, എനിക്ക് വന്നിട്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ദേവദാസിനെയാണ് എനിക്ക് വേണ്ടി ആലോചിച്ചത്. അപ്പൊ അങ്ങനെ അത് വീട്ടുകാർക്കും ഇഷ്ടമായി, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. കർത്താവിന്റെ കൃപയാൽ കല്യാണം നടക്കാൻ, അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, ഈ വിവാഹം ഇങ്ങനെ നടക്കാതെ വന്നപ്പോഴത്തേക്ക് വയസ്സും ഞങ്ങൾക്ക് കയറിക്കൊണ്ടിരിക്കണ കണ്ടു. അപ്പൊ വീട്ടുകാർക്ക് നിർബന്ധം, ഇങ്ങനെ പോയാൽ നിങ്ങളുടെ വിവാഹം നടക്കത്തില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഞാൻ ഒരു ഡേറ്റ് വെക്കും, ആ ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടന്നില്ല എങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ കൊണ്ട്, ദൈവത്തിലും ആ രീതിയിലുള്ള വിവാഹം ഞാൻ ചെയ്യും, എന്റെ ദൈവം വലിയവനെന്ന് ഞാൻ നിങ്ങളെ കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അമ്മ ഞങ്ങളുടെ ദൈവത്തോട് കളിക്കല്ലോ, കാരണം അത് നമുക്ക് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഓ ഇതിലും വലിയ ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ അങ്ങനെ അമ്മയുടേതായ രീതിയിൽ സംസാരിക്കാതെ, അപ്പൊ നമ്മൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കല്യാണം മെയ് 24-ാം തീയതിയാണ്, 2006 മെയ് 24-ാണ് ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചത്. അപ്പൊ വിവാഹത്തിന് അമ്മ, അപ്പം ഈ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ വിശ്വാസപ്രകാരം അതെല്ലാം കർത്താവ് സെറ്റാക്കി. അങ്ങനെ ഇരിക്കുമ്പോ ഈ കല്യാണത്തിന് ഏതാണ്ട് ആഴ്ചകൾ, അല്ല ദിവസങ്ങൾക്ക് മുൻപില് വളരെ പ്രതിസന്ധിയായി. കാരണം എന്താ പറയാ, മൊത്തത്തിൽ പ്രശ്നങ്ങളാ. കല്യാണത്തിന് റെഡി, ചേച്ചിക്ക് കല്യാണം വേണ്ട, താല്പര്യമില്ല,
നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നമ്മൾ കടന്നു. വീട്ടില് പ്രശ്നം, അതുവരെ ഇല്ലാത്ത വീട്ടിൽ ഭയങ്കര പ്രശ്നവും വല്ലാത്ത രീതിയിൽ സാഹചര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഒന്ന് കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് എന്റെ ശാരീരികമായി എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, എന്റെ ചുണ്ടിലൊക്കെ ഇങ്ങനെ വല്ലാത്ത കുരുവും വീർക്കലും, അങ്ങനെ നമുക്ക് കല്യാണത്തിന് കയറി നിൽക്കാൻ പറ്റില്ല. അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പനി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ക്ഷീണിച്ച അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ദേവദാസനോട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ട്, അപ്പൊ അദ്ദേഹമാണല്ലോ നമുക്കുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പാസ്റ്ററെ വല്ലാത്ത ബുദ്ധിമുട്ടിലാ പോകുന്നത്, ഇത് എന്താവെന്ന് അറിഞ്ഞൂടാ, നമുക്ക് അങ്ങോട്ട് കല്യാണത്തിന് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുപോലത്തെ പ്രതിസന്ധി കൂടിയാ കടന്നു പോകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അറിയില്ലല്ലോ എന്താണ് തടസ്സം, യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറയുകയും ഞാനപ്പോ ഓക്കെ പാസ്റ്ററെ കുഴപ്പമില്ല, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത്. ചേച്ചി ഭയങ്കര പ്രതികൂലം പ്രശ്നമായിട്ട് നിൽക്കുന്ന, അന്ന് അനിയത്തി അവള് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കല്യാണത്തിന് 2 ദിവസം മുമ്പ് അവള് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് വരെ ഞാൻ ഇതെല്ലാം സഫർ ചെയ്യും, കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ, ചേച്ചിയുടെ പ്രശ്നങ്ങൾ, കല്യാണ തിരക്ക്, ഇതെല്ലാം നമ്മളങ്ങ് വല്ലാണ്ട് ഞെരുങ്ങുമായിരുന്നു. അപ്പൊ ഈ ദേവദാസൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, അദ്ദേഹം അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മൾ ആ വിഷയം അങ്ങ് വിട്ടു. പക്ഷെ മെയ് 24-ാം തീയതി വിവാഹം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് അമ്മ ഇതുപോലെ വൈകുന്നേരം കല്യാണത്തിന്റെ കാര്യങ്ങളുടെ തിരക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ആൾക്കൊരു ചെറിയ അസ്വസ്ഥത തോന്നി, വേഗം തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഇവിടുന്ന് എറണാകുളത്ത് ലിസി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവിടെയാണ് അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മയെ കൊണ്ടുപോകണ ഞായറാഴ്ച വൈകുന്നേരം കൊണ്ടുപോയി, തിങ്കളാഴ്ച രാവിലെ, തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ, ബുധനാഴ്ചയാണ് കല്യാണം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ വെളുപ്പിന് ഫോൺ വന്നു, വേഗം വരണം വേഗം വരണമെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലും. അപ്പൊ അനിയത്തി നേരെ ചെന്നൈന്ന് അവിടെ വന്നു, ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്നു. അപ്പൊ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ വെന്റിലേറ്ററിലാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ എന്തോ പെട്ടെന്ന് ഇച്ചിരി വയ്യായിക വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ, എന്തുവാ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അച്ഛനെയും ഞങ്ങളെ 3 പേരെയും കൂടെ തിരിച്ചു വിട്ടിട്ട് ആങ്ങളെയും അനിയത്തിയും അവിടെ ഹോസ്പിറ്റലിലുണ്ട്. പിന്നെ നമുക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണമാ, ചൊവ്വ കഴിഞ്ഞ് ബുധനാഴ്ച ഞങ്ങളുടെ കല്യാണം എറണാകുളത്ത് തന്നെയുള്ള ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു. അവിടുത്തെ കല്യാണം കഴിഞ്ഞ ഉടനെ അവര് പറഞ്ഞു നിങ്ങള് വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കണ്ടിട്ട് വേണം വീട്ടിലേക്ക് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി, കാരണം അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു അമ്മ കല്യാണത്തിന്. അപ്പൊ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു, കാരണം അമ്മയില്ലാത്തൊരു കല്യാണം, കാരണം ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച വ്യക്തി ഞങ്ങളുടെ അമ്മയാണ്. അപ്പൊ അമ്മയില്ലാത്ത വിവാഹം ഞങ്ങൾക്ക് ഒത്തിരി വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ഇനിയിപ്പോ അതിനകത്ത് മാറാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങള് 4 പേരും കൂടെ ഒരു കാറില് നമ്മള് ഹോസ്പിറ്റലിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങി. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് ഇടത് സൈഡിലേക്ക് പോകുന്നത് ഹാളിൽ നിന്ന് ഇടത് സൈഡിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിലേക്കും, വലത് സൈഡിലേക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള റൂട്ടാണ്. അപ്പൊ വണ്ടി വലത് സൈഡിലേക്കാ പോയത്. അപ്പൊ ഞങ്ങൾ വെച്ച് ഇതെന്താ വലത് സൈഡിലേക്ക് പോകണം, അമ്മ ഹോസ്പിറ്റലിലല്ലേ, അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അമ്മയെ വീട്ടിൽ പോയി അനുഗ്രഹം മേടിക്കാം വാന്നും പറഞ്ഞാണ് ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത്. ഞങ്ങളുടെ വീടിനോട് അടുക്കുന്നതിന്റെ സമയമായപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അറിയാൻ കഴിഞ്ഞു അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന്. അപ്പൊ ആ സമയം, അതായത് ആ തിങ്കളാഴ്ച ഞങ്ങൾ കാണുമ്പം അമ്മ വെന്റിലേറ്ററിലാണ്. ഞങ്ങൾ മാറിയതോടുകൂടെ അമ്മയുടെ കാര്യങ്ങള് ദൈവത്തിന്റെ അങ്ങനെ അതങ്ങ് സംഭവിക്കുക. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയറി ചെല്ലും. ഞങ്ങൾ രാവിലെ ഇറങ്ങി പോകുമ്പോ മറ്റേ പന്തലൊക്കെ ഇട്ട് നല്ല ആ ഒരു കല്യാണ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നതെങ്കിൽ ഞങ്ങൾ തിരിച്ച് കയറി വരുമ്പം അവിടത്തെ ആ കളറെല്ലാം മാറി പകരം അവിടെ കറുത്ത പന്തലിട്ടിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക്, അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം ഒരു വിവാഹം എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നു, അത് ഞങ്ങൾക്ക് ഒത്തിരി മുറിവും വേദനയും പ്രയാസം ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ പോകുമ്പോഴും ഞങ്ങൾക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ നമുക്ക് മറുപടിയില്ല. ഇതിന് ശേഷം ഇവരുടെ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ചെയ്യുമ്പോ അവിടെ ഒരു ശാന്തിക്കാരൻ വന്നിട്ട് ഞങ്ങൾക്ക് പരിചയമില്ല, അദ്ദേഹമാണ് അവിടെ വന്ന് ചെയ്തത്.
അപ്പൊ അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോഴാണ്, അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകൾ ഇങ്ങനെ കിടക്കും. ഈ 16 ദിവസം ഞങ്ങൾ ആ വീട്ടിലുണ്ട്, ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ മനുഷ്യൻ, അല്ലെങ്കിൽ ആ മനുഷ്യൻ അപ്പുറത്ത്, ഞങ്ങളുടെ റൂമിന്റെ അപ്പുറത്ത് നിന്ന് അച്ഛനോട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഞങ്ങൾ അകത്ത് നിന്ന് കേൾക്കുക. അപ്പൊ ഞങ്ങൾ ഇറങ്ങി ചെല്ലും. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ചേച്ചി എന്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കണം, എന്റെ മക്കളുടെ കല്യാണം നടക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം പറഞ്ഞു അവര് യേശുവിൽ വിശ്വസിക്കുന്നവരാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഈ പുള്ളി പറഞ്ഞു, അയ്യോ, യേശു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല, കാരണം എനിക്ക് യേശുവിനെ പേടിയാന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ പറഞ്ഞു, അത് സാരമില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിനും അവർ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി പഴയ വിശ്വാസി വന്ന് വിവാഹം കഴിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് അതിനകത്ത് നടന്ന സംഭവം. ഇതിനകത്ത് അതിനനുസരിച്ചുള്ള പൂജകളും കാര്യങ്ങളും അവർ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അതിന്റെയാണ് ഞങ്ങൾ ഈ വിവാഹത്തിന് അംഗീകരിക്കാൻ പാടില്ലല്ലോ. അതാണ് അമ്മ പറഞ്ഞ, എന്റെ ദൈവമാണ് വലിയവൻ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അമ്മയ്ക്ക് അത്ര ഉറപ്പോടെ അമ്മ അത് പറഞ്ഞു. കാരണം അമ്മ ഇങ്ങനെ സൈഡിൽ കൂടെ ഇത് ചെയ്ത് ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടു തരുമൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊന്നും വാങ്ങി കഴിക്കാറില്ല. ഇത് കുഴപ്പമില്ല, പൂജയല്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ സൈഡിൽ കൂടെ പറയും. പക്ഷെ ഞങ്ങൾ അതൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഇതായിരുന്നു അമ്മയുടെ ഉള്ളിലെ സ്ട്രോങ് ആയിട്ട് അമ്മ ചിന്തിച്ചു. ഇങ്ങനെ അമ്മയുടെ ദൈവം ആ വിവാഹം, ഞങ്ങളുടെ വിശ്വാസപ്രകാരം വിവാഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ രീതിയിൽ വിവാഹം കഴിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷെ അതല്ല സംഭവിച്ചത്. നമ്മുടെ കർത്താവായ അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തിന് അമ്മയുടെ ഉദരത്തിലാകും മുമ്പേ, നമ്മുടെ ലോകത്തിലാകും മുമ്പേ സ്വർഗത്തിൽ കണ്ട നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ചെറുതല്ലെന്നുള്ളത് സത്യം പറഞ്ഞ അന്ന് നമുക്ക് മനസ്സിലായി. കാരണം ആ സത്യം ദൈവം അയാളിലൂടെ തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് അമ്മ മരിച്ചത്. അത് നമുക്കറിയില്ലായിരുന്നു. അതിനുശേഷം മരിച്ചതിന് ശേഷം ഡോക്ടർ ഇങ്ങനെ പറയാനിടയായി, നിങ്ങളുടെ അമ്മ മരിക്കുന്നതിന് തലേദിവസം രാത്രി ഞാൻ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ നല്ല ഓക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ അമ്മ ഇങ്ങനെ പറഞ്ഞു അത്രേ ഡോക്ടറോട്, ഇന്ന് രാത്രിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടറെ ഒരു കാരണവശാലും എന്റെ മക്കളെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ എന്റെ മരണം ഇവരെ അറിയിക്കരുത്. കാരണം ഇനി അവർ നാളെ അവരുടെ എന്റെ 2 മക്കളുടെ കല്യാണം ഒരു ദിവസം നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ കല്യാണം മുടങ്ങിയാൽ ഇനി അവർക്ക് ഒരിക്കലും വിവാഹം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഡോക്ടർ ഒരു കാരണവശാലും രാത്രിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്റെ വീട്ടുകാരെ അറിയിക്കരുതെന്നൊരു വാക്ക് ഡോക്ടർ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറകില് ഡോക്ടർ അന്ന് പിറ്റേ ദിവസം ഒക്കെ ആരെങ്കിലും കാണാൻ വരുമ്പോഴൊക്കെ അവരോട് പറയുന്നത് അമ്മ ഐസിയുലാണ്, അമ്മയെ ആർക്കും കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാക്സിമം ഡോക്ടർ ഞങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി അത് സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷം കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ ചെന്ന് കാണുമ്പോഴാണ് ഡോക്ടർ ഞങ്ങളോട് ഇന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യം, അത്രയ്ക്ക് ശക്തമായ രീതിയിൽ ഒരു കാര്യങ്ങളാണ് അമ്മ അവിടെ ചെയ്തതെന്ന് അമ്മയ്ക്ക് ആ കിടപ്പില് മനസ്സിലായി എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന പല കെണികളും പദ്ധതികളും ശത്രു ഹല്ലേലൂയ നമുക്കെതിരെ തൊടുത്തു വിടുമ്പോഴും നമ്മുടെ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും തന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് നിശ്ചയിച്ചൊരു വ്യക്തി, നമ്മള് തിരുവചനത്തിൽ പലയിടത്തും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മോശയുണ്ട്, അബ്രഹാമുണ്ട്, യേശുവുണ്ട്, അതുപോലെ ഒത്തിരി ദൈവദാസന്മാരെ ഭക്തന്മാരെ നമ്മൾ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൽ ഈ മരണം പല സാഹചര്യങ്ങളിൽ പല രീതികളിൽ അവരുടെ മുമ്പേ പോയതാ. പക്ഷെ അവിടെ ഒന്നും ഇപ്പൊ മോശയൊക്കെ മോശയുടെ ആ പ്രായത്തിൽ, കുഞ്ഞു പ്രായത്തില് കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഏൽപ്പിച്ചത്. യേശുവിന്റെ സമയത്ത് അതുപോലെ. പക്ഷെ കൊല്ലേണ്ട കുഞ്ഞുങ്ങളും മരിച്ചില്ല, മരിക്കേണ്ട കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ശത്രു പദ്ധതിയിട്ട കുഞ്ഞുങ്ങളെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം അവിടെ നിന്ന് വേർപെട്ടു പോയി. അതുപോലെ കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വേലയ്ക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറൊരു ശക്തിക്കോ വ്യക്തിക്കോ ഇടപെടുവാൻ കഴിയുകയില്ലെന്ന് ഇതിനകത്തുകൂടെ സ്വർഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെയാണ് അവിടെ ആ ഒരു വിഷയത്തിനകത്ത് നമുക്കൊരു മറുപടി കിട്ടുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ വിശ്വാസത്തില് വിവാഹം, രണ്ടുപേരും വിശ്വാസികളായിരിക്കുകയാണല്ലോ വിവാഹം കഴിച്ചപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അവർ കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ് വിശ്വാസി വന്നത്. അപ്പൊ അതില് ഹസ്ബൻഡ് മാത്രമേ വിശ്വാസത്തിലുള്ളൂ. അമ്മയും അപ്പനും 2 സഹോദരിമാരും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന് ഒരു 2 വർഷം മുമ്പ് പിതാവും ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു. പിന്നെ മാതാവും 2 സഹോദരിമാർ. അതിൽ മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ്, ഇളയ ആളുടെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാണ് അവരുടെ വിവാഹം. അപ്പൊ എൻഗേജ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടത്തുന്നത്. എന്റെ ഹസ്ബൻഡ് മൂത്ത മകനാണ്.
അപ്പം ആ ദൈവ ആലോചനയ്ക്ക് അനുസരിച്ചാണ് ഈ കല്യാണവും ദൈവത്തിൽ എന്നോട് ദൈവം പറഞ്ഞ ദൂതുകളും ആലോചനകളാണ് വിവാഹത്തിലേക്ക് എന്നെ മുൻപോട്ട് നയിക്കാനും ഇടയായത്. അങ്ങനെ അദ്ദേഹം അങ്ങനെ വിവാഹം കഴിച്ചു. ഞങ്ങള് ഈ വിശ്വാസത്തിലായതുകൊണ്ട് ഞങ്ങളുടെ അമ്മ, അതായത് ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് ഞങ്ങൾ അവിടെ നിർത്തുന്നതിനോട് അമ്മ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസത്തിൽ അവരുടെ വിശ്വാസമായിട്ട് ചേർന്നില്ലെങ്കിൽ അവിടെ നിൽക്കുന്നതിനോട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ അത് നമുക്കും ബുദ്ധിമുട്ടാണ്. കാരണം ആ രണ്ട് വിശ്വാസം കൊണ്ട്, കാരണം അപ്പയെ സംബന്ധിച്ച് അപ്പ ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്നുണ്ട്, പലരും അപ്പയെ കാണാൻ വരും, സംസാരിക്കും. പിന്നെ നമുക്ക് രാവുന്ന പകലൊന്നും ഇല്ലാത്ത മിനിസ്ട്രി കാര്യങ്ങൾ, ഇതിലെല്ലാം നമ്മൾ ഓടേണ്ടിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ അതിനകത്ത് മറ്റു തടസ്സങ്ങളൊന്നും പറയാതെ ഞങ്ങൾ ആ സമയം മുതൽ നമ്മൾ വാടക, കല്യാണം കഴിഞ്ഞ സമയം 1 മാസം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വാടക വീട്ടിലേക്ക് വന്ന് അവിടെയാണ് ഞങ്ങളുടെ വിവാഹ ജീവിതങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് 2 മക്കളുണ്ടായി. കർത്താവിന്റെ കൃപയാല് മൂത്തയാള് ജോന, ഇളയാള് നോഹ. അങ്ങനെ 2 പേര്. അതും 2 പേര് 8ാം മാസത്തില് കൃപയാല് പുറത്തു വന്ന് അകത്തിരിക്കാനുള്ള കർത്താവിന്റെ സമയം കർത്താവ് അവരെ കാരണം ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് 2 കുഞ്ഞുങ്ങളെയും കർത്താവ് ഞങ്ങൾക്ക് തരുന്നത്. എന്റെ ശരീരത്തിന് ഒത്തിരി ബലഹീനതകൾ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സാക്ഷിക്കുവാൻ കർത്താവ് എന്നെ കണ്ടത് കൊണ്ട് ഇന്ന് ഞാൻ ഭൂമിയിൽ ഇവിടെ ആയിരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ മൂത്ത കുഞ്ഞും ഞാനും ഈ ലോകത്തോട് വിട പറയേണ്ട സമയങ്ങൾ ആ ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്നു. എന്നാലും ദൈവം വിശ്വസ്തനായി കൂടെ നിർത്തി വീണ്ടും ഒരു കുഞ്ഞിനെ കൂടെ ദൈവം തന്നു. കൃപയാലും ഞങ്ങള് അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോയി. അപ്പൊ അദ്ദേഹത്തിന് ശുശ്രൂഷയും ജോലിയും കൂടിയായിരുന്നു. കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ദൈവരാജ്യത്തിന് കൊടുക്കാനും ചെയ്യാനും ഒക്കെയുള്ള ഒത്തിരി നല്ലൊരു മനസ്സല്ല, നല്ലൊരു മനുഷ്യന്, ആ ശാന്ത സ്വഭാവം. ഞങ്ങൾ തമ്മിൽ കളറിൽ രാവും പകലും പോലെ, സ്വഭാവത്തിൽ രാവും പകലും പോലെ, പക്ഷെ ഭയങ്കര ശാന്തനും ഭയങ്കര എളിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന, വളരെ ആശ്വസിപ്പിക്കുന്ന, അപ്പയുടെ, ഞാൻ അപ്പയെന്നാ വിളിക്കുന്നത്, അപ്പയുടെ അപ്പൊ 30ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് 34ാമത്തെ വയസ്സിലാണ് വിവാഹം നടക്കുന്നത്. അപ്പൊ ഈ വിവാഹത്തിന് മുമ്പ് നല്ലതായിട്ട് മദ്യപിക്കുമായിരുന്നു. അങ്ങനെ മദ്യപിച്ചിട്ട് ആള് പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കും. അപ്പൊ അവരുടെ കത്തോലിക്ക കുടുംബം ആയതുകൊണ്ട് വീടിന്റെ ആ രൂപത്തിന്റെ ഇങ്ങനെ രൂപങ്ങളൊക്കെ വെക്കുമല്ലോ, രൂപക്കൂടിന്റെ മുമ്പിൽ ഈ ബൈബിൾ ഇരിക്കും. അപ്പൊ വരുമ്പോ എല്ലാവരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ചെന്നിട്ട് ഈ ബൈബിൾ ഇരുന്ന് വായിക്കും. അപ്പൊ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വെള്ളം അടിച്ചിട്ട് വന്നാൽ ഞാൻ ബൈബിളെ വായിക്കത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. അങ്ങനെ അപ്പന്റെ ഒരു കസിൻ വഴിയാണ് അപ്പ രക്ഷയിലേക്ക് വരുന്നത്. അതിനുശേഷം ആ വിശ്വസ്തയുടെ അവസാനം വരെ നിൽക്കാൻ ദൈവം അദ്ദേഹത്തിന് കൃപ കൊടുത്തു. അങ്ങനെ വിശ്വാസി വരുന്ന മദ്യപാന്മാര് അങ്ങനെയുള്ളവരോടൊക്കെ നന്നായിട്ട് സംസാരിക്കുക, അവരെ രക്ഷയെ കൊണ്ട്. അപ്പൊ ആരോട് സംസാരിച്ചാലും അവർക്ക് ഒരു വലിയ മാനസാന്തരം ഉണ്ട്. അങ്ങനെ ഒത്തിരി പേരെ രക്ഷയെ കൊണ്ടുവരാൻ സ്വർഗം അപ്പയെ ഉപയോഗിച്ചു. അങ്ങനെ വന്ന് ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ, ഞങ്ങൾ വഴക്കോ ബഹളോ അടിപിടിയോ അല്ലെങ്കിൽ എന്നുവെച്ചാൽ വിവാഹം കഴിഞ്ഞ 3ാം ദിവസം തുടങ്ങി ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചതാ. 3ാം ദിവസം ഒരു കുടുംബം ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരിക. സത്യത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് ജീവിച്ചിട്ട് പോലും ഇല്ലാന്ന് വെക്കണം. ആ 3ാം ദിവസം ദൈവം ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് ഇറക്കുകയായിരുന്നു. അന്ന് മുതൽ അപ്പന്റെ അവസാന ദിവസം വരെ ഞങ്ങൾ കർത്താവിന്റെ കൃപയാൽ ശുശ്രൂഷയിലായിരിക്കും ദൈവം സഹായിച്ചു. അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ, തകർന്നു പോയ കുടുംബങ്ങളും അതുപോലെ ഒത്തിരി ഡിവോഴ്സിന് വേണ്ടി വന്നവരെയൊക്കെ കർത്താവിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ അവർക്ക് സംസാരിക്കാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. അങ്ങനെ ഒത്തിരി ആ ഒരു രീതിയിലൊരു സമാധാനം കർത്താവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ വന്നിട്ട് ഞങ്ങളപ്പോ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വാടകയ്ക്ക് താമസിച്ച് 2ാമത്തെ മോനുണ്ടായി. 5ാമത്തെ മാസം ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം, റെന്റ് കഴിഞ്ഞ സമയം. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, കർത്താവ് ഇനി അടുത്തത് എങ്ങോട്ടാ പോകണ്ടേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് അപ്പയ്ക്ക് കൊടുത്ത ദർശനമാണ്, അല്ലെങ്കിൽ അപ്പയോട് സംസാരിച്ചതാണ്. പാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, പാമ്പ്ര അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അങ്ങോട്ട് പോകാനെ കർത്താവ് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അതന്നെ. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ല ആ സ്ഥലം, ഭയങ്കര അന്ധകാരം. ഞാൻ കല്യാണത്തിന് മുമ്പ് അവിടെ അത്യാവശ്യം ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾ കൂട്ടായ്മ സ്ത്രീകള് കൂടിയിട്ട് ലേഡീസ് മീറ്റിങ്ങുകളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ എന്നോട് നീ വരുന്നില്ല, വരണ്ട, ഞാൻ പോവുക, കാരണം എന്നെ കർത്താവ് അങ്ങോട്ട് വരുന്നെങ്കിൽ എന്റെ കൂടെ പോരൊന്നുമില്ല. അപ്പൊ നമുക്ക് അപ്പനല്ലാണ്ട് കാര്യമില്ല, വഴക്കൊന്നുമില്ല, സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങനെ പോരും. ഞങ്ങൾ പാമ്പ്രയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഞങ്ങളുടെ വന്ന സാധനങ്ങൾ വണ്ടി വീട്ടിൽ കൊടുക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ല, അന്ന് കഞ്ഞി വെക്കാൻ പൈസ ഇല്ല.
കുഞ്ഞുങ്ങൾ ചെറുതാണ്, അവർക്ക് പാലിന് പൈസ ഇല്ല, അങ്ങനെ ഒത്തിരി ഞെരുക്കത്തിൽ. കാരണം ഞങ്ങൾ സീറോയിൽ നിൽക്കുമ്പോൾ അപ്പന്റെ കൺസ്ട്രക്ഷനിലെ ഈ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ വിറ്റിട്ടാണ് ഞങ്ങൾ അവിടെ വരുന്നത്. വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം. അങ്ങനെ അവിടെ വന്നു. അന്ന് രാത്രിക്ക് വേണ്ട ഭക്ഷണം 2-3 ദിവസത്തേക്ക്, അപ്പോഴത്തെ ഒരു ജോലി സെറ്റ് ആകുന്നത് വരെ കർത്താവ് ഞങ്ങളെ ഏലിയാവിനെ കരുതിയതുപോലെ ആ കെരീത്ത് തോട്ടിൽ കരുതിയ ദൈവം പാമ്പ്ര ദേശത്ത് ഞങ്ങളെ കരുതി. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവ് ഞങ്ങളോട്, ഞങ്ങളൊരു കോളനി ഭാഗത്തായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ കർത്താവ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഇവിടെ ആരോടും സുവിശേഷം പറയരുത്. കാരണം അവിടെയുള്ള എല്ലാവരും, ഒട്ടുമുക്കാൽ ആൾക്കാരും സുവിശേഷം കേട്ടവര്, യേശുവിനെ അറിഞ്ഞവര്, മീറ്റിങ്ങുകൾ പങ്കെടുത്തവര്, സ്നാനപ്പെട്ടവരൊക്കെ. പക്ഷെ അവരെല്ലാവരും പല രീതിയിൽ പിന്മാറ്റത്തിലും പല മാറ്റങ്ങളിലേക്കൊക്കെ പോയെങ്കിലും ആരോട് നിങ്ങൾ സുവിശേഷം പറയരുത്. പകരം നിങ്ങളുടെ ജീവിതം അവർക്കൊരു സുവിശേഷമായിരിക്കണമെന്ന് ഭയങ്കര വെല്ലുവിളിയായിപ്പോയി. കാരണം നമുക്ക് നിസാരമല്ല ഈ പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരുന്നത് കൊണ്ടും, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അങ്ങോട്ട് അയച്ചത് കൊണ്ടും, ദൈവത്തിന്റെ വിശ്വസ്തത ഞങ്ങളെ കൂട്ടായി നിർത്തിയത് കൊണ്ടും, അത് കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. 5 വർഷം ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി. അപ്പൊ ആ വാടക വീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു, ഇങ്ങനെ ഒരു വീട് അവിടെ ഇല്ല, വീട് കിട്ടാൻ വഴിയില്ല. അപ്പൊ ഞങ്ങൾ മുമ്പേ വാടകയ്ക്ക് താമസിച്ചിട്ട് ചെല്ലുന്നിടത്ത് പ്രാർത്ഥന നടത്തിയെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറക്കി വിട്ട പല ഭവനങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പം ഇവര് പറഞ്ഞു, ഈ വീട്ടുകാർ പെന്തക്കോസ്തുകാർക്ക്, പ്രാർത്ഥനക്കാർക്ക് വീട് കൊടുക്കത്തേയില്ല, കാരണം അവര് അത് വർഷങ്ങളായിട്ട് അടച്ചിട്ടേക്കുക. പക്ഷെ അപ്പൊ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഈ വീട് നിനക്ക് തരും, നീ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഒരാളുമായിട്ട് കണക്ട് ചെയ്ത് ആ വീട് ചോദിക്കുമ്പോ ഈ ചോദിച്ച ആള് പറഞ്ഞു അവര് പ്രാർത്ഥനക്കാരാ എന്ന് പറഞ്ഞത്. ആ വ്യക്തി പറയാ, പ്രാർത്ഥനക്കാരാണ് എന്നാൽ നിങ്ങൾ അവർക്ക് വീട് കൊടുക്കുക, വേറെ ആർക്കും ആ വീട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ഞങ്ങളെ പ്രാർത്ഥനക്കാരെന്നും പറഞ്ഞ് ഇറക്കി വിട്ടെങ്കിൽ അവിടെ അദ്ദേഹം പറയുകയാണ്, പ്രാർത്ഥനക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീട് ഞങ്ങൾ തരാം എന്നുള്ള സമ്മതത്തില് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ആ വീട്ടിലേക്ക്, അങ്ങനെ അവിടെ ഞങ്ങൾ 5 വർഷം താമസിച്ചു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഒരു ദേവദാസനോട് ഇങ്ങനെ ആലോചന, നീ അനേകർക്ക് വീട് പണിത് കൊടുക്കുന്ന നിനക്ക് ഞാൻ ഈ വർഷം ഒരു വീട് തരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 8ാം വർഷത്തിൽ ഞങ്ങൾക്ക് ദൈവം സ്വന്തമായ ഒരു സ്ഥലവും വീട്, കാരണം ഞങ്ങൾ വിശ്വാസി വന്നത് നിമിത്തം ഞങ്ങളുടെ സ്വന്തം തറവാടപ്പൻ ഏക മകനാണ്, നമുക്ക് അവിടെ നിന്ന് മാറേണ്ടതായിട്ട് സാഹചര്യങ്ങൾ, ഒരു വീടില്ലാത്തതിന്റെ വിഷമം ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിന്റെ കൃപയാൽ അവിടെ അങ്ങനെ ഒരു വീട് തന്നു, സ്ഥലം തന്നു. ആ സ്ഥലം ഞങ്ങള് വാങ്ങിച്ചു. അതിന്റെ പണി എല്ലാം അപ്പൊ തന്നെയാണ് ചെയ്തത്. ഞങ്ങളുടെ ഈ വീട് മുഴുവൻ പണി ചെയ്തത് അപ്പൊ തന്നെ, അധികം ആൾക്കാരെ ഒന്നും നിർത്താതെ ഒരു ഹിന്ദിക്കാരനും അപ്പൊ, പിന്നെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, വർത്താനം പറയാൻ ഞാൻ വന്നിരിക്കുക. അങ്ങനെ ഞങ്ങളും ആണ് പണിത്. പിന്നെ അത് കഴിഞ്ഞുള്ള മറ്റു ജനൽ വാതിൽ അങ്ങനെയൊക്കെയാണ് പുറത്താക്കാൻ. അതിന്റെ സ്ട്രക്ചർ ചെയ്തത് മുഴുവനും അപ്പൊ തന്നെയായിരുന്നു. അങ്ങനെ ദൈവകൃപയിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം കർത്താവ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ നമ്മുടെ വീട് 8ാം വർഷത്തിൽ, 8ാമത്തെ വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടി. 8ാം വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറുന്നത്. അന്ന് ഇതിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല, അത്യാവശ്യം നമുക്ക് താമസിക്കാമെന്ന് മാത്രം. അപ്പൊ നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും പിന്നെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെ നമുക്ക് മെന്റർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളോട് ഞങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക, നമ്മൾ ഈ പല ഫാമിലീസിനെയും കൗൺസിലിംഗ് ചെയ്തത് കൊണ്ട് അവരുടെ കുടുംബങ്ങളിലെ വീഴ്ചകളും അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ നെഗറ്റീവിലല്ല, അവരുടെ ആ കരച്ചിലും കണ്ണുനീരൊക്കെ ഞങ്ങൾ പലരിൽ നിന്നും കേട്ടത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളില് അങ്ങനെ വരാതെ അവരെ എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാമോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെ ശരിയാക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇരുന്നത് കൊണ്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി സഫർ ചെയ്തു. അതുകൊണ്ട് വിവാഹശേഷം എനിക്ക് എന്നെ ജോലിക്ക് വിടാൻ അപ്പ ആഗ്രഹിച്ചില്ല. ഞങ്ങള് ശുശ്രൂഷയോ അപ്പന്റെ ജോലിയോടുള്ള വിഷയങ്ങളിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒത്തിരി സാമ്പത്തിക ഞെരുക്കം, 4.5 വർഷം ഞങ്ങൾ ജോലിയില്ലാതെ ഈ വീട്ടിൽ കയറിയതിനു ശേഷം 1 വർഷം കഴിഞ്ഞപ്പോ 4.5 വർഷം ജോലി ഇല്ലാതെ ഞങ്ങൾ ഇവിടെ താമസിക്കാനിടയായി. പക്ഷെ ആ സമയത്തൊന്നും ഞങ്ങൾ ആരോട് കടം ചോദിക്കുക അങ്ങനെ മൊത്തം അങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ കർത്താവിന്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ബാധ്യതകളായിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങളെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു, കടം വാങ്ങരുത്, അല്ലാത്ത കാര്യങ്ങൾ ഓരോന്നും ദൈവം ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി, ഞങ്ങളെ തിരുത്തുവാൻ തുടങ്ങി, മെന്റർ ചെയ്യാൻ തുടങ്ങി. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സാക്ഷ്യമായി, അവരുടെ ജീവിതത്തിൽ അവർക്കത് കാണുവാനൊക്കെ കർത്താവ് ഇടയാക്കി. അതുകൊണ്ട് ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ, ഞാൻ പറഞ്ഞില്ല 8ാം മാസത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അവർ ശരിക്കും നമുക്ക് കയ്യിലെടുക്കാനില്ല, കുഞ്ഞുങ്ങൾ അത്രയും ചെറുതായിരുന്നു. അപ്പൊ ഇവരെ ഒരു ഷീറ്റിൽ, അപ്പൊ ഇങ്ങനെ മൂത്ത മോനെ ഷീറ്റിൽ കിടത്തും. അങ്ങനെ കിടത്തിയിട്ട് അപ്പ അവനെ പാടി ഉറക്കണത് അന്യഭാഷയിലാണ്.
അന്യഭാഷ കേട്ട കുഞ്ഞുങ്ങൾ വളർന്ന്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി പിന്നെ ഒരു അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാരണം എന്റെ വയറ്റിൽ കിടക്കുമ്പോ 2 കുഞ്ഞുങ്ങളും എലിസബത്തും മറിയയും ഒന്നിച്ച് കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിൽ പിള്ള ഉദരത്തിൽ തുള്ളിയതുപോലെ 2 കുഞ്ഞുങ്ങളും ദൈവകൃപയാൽ എന്റെ ഉദരത്തിൽ തുള്ളിയതാണ്. അങ്ങനെ ഒരു അഭിഷേകം ഉദരത്തിൽ വെച്ച ദൈവം അവർക്ക് കൊടുത്തത് കൊണ്ട് പുറത്ത് വന്നപ്പോൾ ഈ അന്യഭാഷ കേട്ട് ഇവര് വളർന്നത് കൊണ്ട് ഇവർക്ക് വേറൊരു ഭാഷ അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ കൂടെ എല്ലാ മിനിസ്ട്രി കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കൂടെ വരും. ഏത് പാതിരാത്രിയാണെങ്കിലും ഒന്നിച്ച് ശുശ്രൂഷകൾക്കും കാര്യങ്ങൾക്കും. അങ്ങനെ ഒരു സമയം ഞങ്ങൾ വേർതിരിഞ്ഞിരുന്നിട്ടില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് മാറുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥനയിലല്ലാതെ ദൈവത്തിന്റെ കൃപയിൽ അങ്ങനെ ഞങ്ങള് കർത്താവ് ആ രീതിയിൽ കൊണ്ടുപോയി. കുഞ്ഞുങ്ങളും നമുക്ക് സാക്ഷ്യത്തോടെ നമ്മുടെ കൂടെ നിൽക്കാനും പ്രാർത്ഥിക്കാനും ആത്മാവിലും എല്ലാത്തിലും അവർ വളർന്നവര് വചനം വായിക്കുക, വചനം ശുശ്രൂഷിക്കുക, വചനം ആ രീതിയിലൊക്കെ അവർ പഠിച്ചു. അങ്ങനെ വന്ന് ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് അപ്പയ്ക്ക് ചെറിയൊരു ഷുഗറിന്റെ ആരംഭം വന്നു. ആ ഷുഗർ ആദ്യമൊക്കെ അത്ര കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് അത് മരുന്നൊക്കെ എടുക്കും, പിന്നെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ അത്ര ശ്രദ്ധിച്ചില്ല അതിനത്. പക്ഷെ അങ്ങനെ വന്നെങ്കിൽ എന്തു പറയാ, കർത്താവ് കരുതി എന്ന് പറഞ്ഞാലും 2009 ഞങ്ങൾ ഈ പാമ്പ്രയിൽ വരുന്നതെങ്കിൽ 2023 ജൂണില് ഞങ്ങൾക്ക് ഈ ഇവിടെ മുളന്തുരുത്തി തന്നെ, അല്ലെങ്കിൽ പുളിക്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ച ആരംഭിക്കും. കാരണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 30 വയസ്സിൽ വിശ്വാസം 34 വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ട് അപ്പം മരിക്കുന്നത് 52ാമത്തെ വയസ്സിലാണ്. ദൈവത്തിന്റെ കൃപയാൽ ഈ 22 വർഷം അപ്പൊ ഫുള്ള് കർത്താവിന്റെ വിശ്വസ്ത സേവകനായിരുന്നു. അതിനകത്ത് ഒരു കുറവും ഞാൻ പോലും പലപ്പോഴും പറഞ്ഞിട്ട് അപ്പത്തൊന്ന് റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ ഒന്ന് ഇല്ല. അപ്പൻ എപ്പോഴും ഇങ്ങനെ ബിസിയാ. കാരണം ഷുഗറിന്റെ വേരിയേഷൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ആള് അതെല്ലാം മാറ്റി വെച്ചിട്ട് വിശ്വാസത്തിന്റെ വേലയിൽ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തങ്ങളൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനോടൊക്കെ ജോലി കാര്യങ്ങൾ ചെയ്യാവുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്തു. 4.5 വർഷത്തെ ജോലി ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ കർത്താവ് ഞങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിച്ചെങ്കിലും അതിനകത്തെല്ലാം ദൈവത്തിന്റെ സ്നേഹവും പല ഇതും നമുക്ക് ഒന്നും കൂടെ വിശ്വസ്തത, ദൈവത്തിന്റെ കരുതല്. കർത്താവ് എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, നീ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന അവരാണോ നിന്നെ ഞാനാണോ സ്നേഹിക്കുന്നതെന്ന് നിനക്ക് കാണിച്ചു തരും. ഈ നാളുകളിൽ നീ അത് അനുഭവിക്കൂ എന്ന് കർത്താവ് എന്നോട് ഇങ്ങനൊരു ദർശനത്തിൽ സംസാരിക്കാൻ ഇടയായി. കാരണം അതിനുശേഷമാണ് ഞങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് ഞെരുക്കങ്ങൾ വരുന്നതും അവിടെ കർത്താവിന്റെ കരുതലുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ഭക്ഷണങ്ങള് കാര്യങ്ങളിലൊക്കെ ദൈവം കാക്കയെ വിട്ട് പോറ്റി എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച വ്യക്തികളാണ് ഞങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും. കുഞ്ഞുങ്ങളൊക്കെ ആ ചെറുപ്രായത്തിൽ ആ ദൈവത്തിന്റെ, ഞങ്ങൾ ഒരിക്കലും പട്ടിണി ദൈവം കിടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും പട്ടിണിയിലേക്കൊന്നും പോകാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം വിശ്വസ്തയോടെ ദൈവം ഞങ്ങൾക്ക് നടത്തി തന്നവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒക്കെ കർത്താവിന്റെ കൃപ കൂടെയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ അപ്പൊ ഈ വിശ്വാസത്തില് അല്ലെങ്കിൽ കർത്താവിന്റെ വേലയിൽ അതുപോലെ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾക്ക് ഓരോന്നും പഠിപ്പിച്ച് അനുഭവിപ്പിച്ചും കർത്താവിന്റെ വിശ്വാസവും വിശ്വസ്തതയൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുവാൻ ഇടയായത്. അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഒരിക്കലും ഇപ്പൊ ഈ മുമ്പേ പറഞ്ഞ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ തകർന്നു പോകുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മോട്ടീവായിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതെല്ലാം സന്തോഷത്തോടെ കർത്താവിന്റെ വചനം പറഞ്ഞ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു, അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശ് സന്തോഷത്തോടെ വഹിച്ചു. അതിനകത്തൊരു പിറുപിറുപ്പോ വഴക്കോ ദേഷ്യമോ ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഇതാണല്ലോ സംഭവിച്ചു, ഇതിനാണോ വന്നേ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ, ഇതൊന്നും ഇന്ന് വരെ ദൈവകൃപയാലെ ചോദിക്കാൻ കർത്താവ് ഇടയാക്കില്ല. കാരണം ഇതെല്ലാം ഇതിന്റെ ഭാഗമാണെന്ന് ഓരോ ദിവസവും. ഇപ്പൊ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ചെങ്കടല് വിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോകുമ്പോഴും അവരെ വിളിക്കുമ്പോഴൊന്നും അവരെ അറിയുന്നില്ലല്ലോ മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ. പക്ഷെ അതെല്ലാം ദൈവം അവരെ എന്താ പറയുക അഭ്യസിപ്പിക്കുകയായിരുന്നു, അല്ലെ പരിശീലിപ്പിക്കുകയായിരുന്നു. നല്ല യുദ്ധ പോരാളികളാക്കി ദൈവം അവരെ പുറത്തു കൊണ്ടുവന്ന് കർത്താവിന്റെ വേല തികയ്ക്കേണ്ടതിനായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആ വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി. അങ്ങനെ അപ്പന്റെ ആ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വന്ന് ഷുഗർ നോർമലി ഷുഗറിന്റെ മരുന്നുകളൊക്കെ കഴിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിലും പെട്ടെന്ന് അപ്പയ്ക്ക് ഇത് മുമ്പേ പറഞ്ഞല്ലോ അപ്പൊ ഭയങ്കര സ്ലോ ആണ്, ഞാൻ ഭയങ്കര സ്പീഡാണ്. പക്ഷെ ആത്മീയ ശുശ്രൂഷകൾ അപ്പം ഭയങ്കര സ്പീഡായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് അപ്പന്റെ ഈ വേർപാടിന് ശേഷമാണ്. കാരണം ആ സമയം കൊണ്ട് ഈ 22 വർഷം കൊണ്ട് അപ്പ വിശ്വാസി വന്നു അനേകർ രക്ഷയിലേക്ക് കൊണ്ടുവന്നു, അനേകരോട് സുവിശേഷം പറഞ്ഞ് രാവെന്നോ പകലെന്നോ മഞ്ഞെന്നോ മഴയെന്നോ ഇല്ല
ഇല്ലാതെ പോകാവുന്നിടങ്ങളിലെല്ലാം ചെന്ന് സുവിശേഷം അറിയിക്കുകയും അതുപോലെ ചെയ്യാവുന്നതായ കർത്താവിന്റെ സഹായ വേലകളെല്ലാം കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ദൈവം പറഞ്ഞത് അതെല്ലാം ചെയ്യാനൊക്കെ ദൈവത്തിന്റെ കൃപയിൽ അപ്പയ്ക്ക് സാധിച്ചു. അതിനുശേഷം സഭാ ശുശ്രൂഷ ചെയ്യുമ്പോഴും ആ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോ അപ്പോ മരണ ശുശ്രൂഷ ഒരു വ്യക്തിക്ക് മരണ ശുശ്രൂഷ അത് ചെയ്യാൻ ദൈവം സഹായിച്ചു. അത് ഈ സഭാ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ ഒരു 3 വർഷക്കാലം അപ്പ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ 3 വർഷത്തിനുള്ളിൽ അപ്പ ചെയ്തത് അപ്പയ്ക്ക് ഈ പറഞ്ഞ വലിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബൈബിള് പഠിച്ച് അങ്ങനെയുള്ള ഒന്നും അപ്പയ്ക്കില്ല. പക്ഷെ ആ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ആള് വിശ്വസ്തയോടെ ചെയ്തു എന്ന് നമുക്ക് ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിനുശേഷം കുഞ്ഞുങ്ങളെ 2 പേരെ സ്നാനപ്പെടുത്തി. ആ സ്നാനപ്പെടുത്തിയതിന് ശേഷം 1 വർഷം കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പുളിക്കമാലിയിൽ ഒരു സഭ സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ് ഇടയാക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഞായറാഴ്ച ചർച്ച കഴിഞ്ഞപ്പോ അപ്പൻ ഇങ്ങനെ എന്നെയും കൂട്ടി ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അപ്പൻ ഇങ്ങനെ തോന്നുന്ന ഇടത്തൊക്കെ ചെന്നിട്ട് ചോദിക്കും, ഈ ഹാള് തരും, ഈ ഹാള് തരും. അപ്പൊ അവര് പറയും ഇതിന് ഭയങ്കര പൈസ, നിങ്ങളെ കൊണ്ട് താങ്ങത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒഴിവാക്കണം. ഒത്തിരി സ്ഥലത്ത് അപ്പൊ ഞാൻ തന്നെ ചോദിക്കും, അപ്പ എന്തിനാ ഇങ്ങനെ പോകുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് ചെയ്യാം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് ആ കാഴ്ചപ്പാടില്ലായിരുന്നു എന്ന് പിന്നീട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി. അപ്പയ്ക്ക് കൊടുത്ത വിളിയും അപ്പന്റെ ദർശനവും അതായിരുന്നത് കൊണ്ട് അപ്പൊ അതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ആയിരിക്കുന്ന ഈ ചർച്ച് എന്ന് പറഞ്ഞ ഹാള് അപ്പയോട് ദൈവം വണ്ടി എടുത്തിട്ട് ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞ് അവിടെ ചെന്നിട്ട് മേലോട്ട് നോക്കാൻ പറഞ്ഞ് നോക്കുമ്പോ അവിടെ ഇങ്ങനെ ഒരു ഹാൾ ഒഴിഞ്ഞു. എന്നാൽ അപ്പൊ മിക്കവാറും ആ വഴിയൊക്കെ പോകുന്നതാ, എന്നാൽ അത് കണ്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞ സമയത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അപ്പൻ ചെന്നു, അവിടെ ആ ഹാള് കണ്ടു, അത് അവിടെ ചോദിച്ചു. അത് നമുക്ക് അനുകൂലമായി നമ്മളോട് പറഞ്ഞതിലും വീണ്ടും അവർ അഡ്വാൻസ് ഒക്കെ താഴ്ത്തി നമുക്ക് അനുകൂലമായ രീതിയിൽ അവിടെ ആ കാര്യങ്ങളെ ദൈവം ഒരുക്കി തരികയും ചെയ്തു. അവിടെ കയറി ഒരു 5-ാം മാസം ആയപ്പോഴത്തേക്ക് അപ്പയ്ക്ക് പെട്ടെന്ന് അപ്പന്റെ കണ്ണിന്റെ കാഴ്ചക്ക് മങ്ങല് വരാൻ തുടങ്ങി. അവിടെ കയറി അപ്പൊ ഒരു കണ്ണിന് ചെറിയ മങ്ങൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അപ്പന്റെ 2ാമത്തെ കണ്ണിന്റെയും കാഴ്ചയിലേക്ക് വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ 1 വർഷക്കാലം അപ്പയ്ക്ക് അപ്പൊ ചർച്ചിൽ പോകും, ചർച്ചയിലെ ശുശ്രൂഷകളൊക്കെ ചെയ്യുമെങ്കിലും ഒരു പൂർണ്ണ കാഴ്ചയുള്ളവനായിട്ട് അപ്പന് പോകുവാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കൃപയാലും ഞങ്ങള് പോയി അപ്പൊ അവിടുത്തെ ശുശ്രൂഷകളൊക്കെ ചെയ്യും. ഞങ്ങളുടെ ചർച്ചിൽ അതുകൊണ്ട് പ്രവർത്തനങ്ങളോ മറ്റു ആഴമേറിയ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ അപ്പയ്ക്ക് അവിടെ സാധിച്ചില്ല. അതിനു മുമ്പുള്ള കാര്യങ്ങളിൽ സഭകളിൽ നിന്നിടത്തൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങളും ശുശ്രൂഷ എല്ലാം അപ്പൊ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് ദൈവം ഒരു സഭ കൊടുത്തപ്പോ, ഒരു ഹാള് കൊടുത്തപ്പോ അതിനകത്ത് ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ അപ്പൻ ആഗ്രഹിച്ച രീതിയിലോ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അപ്പയ്ക്ക് കഴിഞ്ഞില്ല. അത് അപ്പയ്ക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ ദൈവസന്നിധിയിൽ അതിനെ ഏൽപ്പിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ അധികം ആൾക്കാരില്ല. ഞങ്ങള് 4 പേരും വേറെ ഒരു സഹോദരൻ ഒരു സഹോദരൻ, ഞങ്ങൾ 6 പേരേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ ഞങ്ങള് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അങ്ങനെ അപ്പന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിയ സമയത്ത് ദൈവദാസന്മാരെ, ദൈവമക്കളെ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചിട്ട് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെയും കർത്താവ് അഭിഷേകം പകരുകയാണ്. അവര് 2 പേരെയും കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ 2 പേരും അഭിഷേകം പ്രാപിച്ചു, ശുശ്രൂഷ പ്രാപിച്ചു. അവരങ്ങനെ വലിയ സൺഡേ സ്കൂള് കാര്യങ്ങളൊന്നും അവർ പോയിട്ടില്ല. കാരണം അവരുടെ സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ വീടും ഞങ്ങൾ ഇവിടെ ഇരുന്ന് വചനം വായിച്ചും പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കുന്നതാണ് അവർ കൂടുതൽ. എനിക്കൊന്ന് 2-3 ക്ലാസ്സിൽ അവർ പോയിട്ടുള്ളൂ സൺഡേ സ്കൂള്. ബാക്കിയോ പോയിടത്തുനിന്ന് അവർക്ക് അങ്ങനെ സൺഡേ സ്കൂളിൽ പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവര് ആ കൃപ കർത്താവ് അവരെ ആ ദേവദാസന്മാരെ കൊണ്ടുവന്ന് അഭിഷേകം പ്രാപിപ്പിച്ചു. അവര് 2 പേരും ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് അപ്പയുടെ ആ ചർച്ച്, അപ്പയ്ക്ക് ദൈവം കൊടുത്ത ആ ദർശന പ്രകാരം ആ ചർച്ച് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അതിന്റെ ലീഡർഷിപ്പിൽ നിന്ന് ആ കാര്യങ്ങൾ. അവര് മൂത്തയാള് 12-ലും ഇളയാള് 10-ലുമാ പഠിക്കുന്നത്. ആ 2 കുഞ്ഞുങ്ങളുമാണ് വർഷിപ്പ് ചെയ്യുന്നതും മെസ്സേജ് കൊടുക്കുന്നതും. ഞങ്ങൾ ഒരു ദേവദാസനെ ആക്കിയിട്ടുണ്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ വേറെ ആൾക്കത് വിട്ടുകൊടുക്കാത്ത കുഞ്ഞുങ്ങളും ഞങ്ങളും ആഗ്രഹിച്ചിരിക്കുന്നത്. അത് അപ്പന്റെ ദർശനമായിരുന്നു. പാമ്പ്രദേശത്ത് ഞങ്ങളോട് വരാൻ പറഞ്ഞതും അവിടെ സഭ ആരംഭിച്ചതും കൂട്ടായ്മ ആരംഭിച്ചതും അവിടുത്തെ ഏറ്റവും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞങ്ങൾ വീട്ടിലിരുന്ന് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം കുഞ്ഞുങ്ങൾ അപ്പന്റെ കണ്ണിലും വായിലും നിന്ന് കേട്ടിരിക്കുന്നത് കൊണ്ട് അവർക്കൊരിക്കലും അപ്പന്റെ ആ ശുശ്രൂഷ വിട്ട് വേറെ ആൾക്ക് കൈമാറാനോ കാര്യങ്ങളൊന്നും അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. അപ്പൊ അപ്പന്റെ ഫ്യൂണറൽ സർവീസ് നടക്കുമ്പോ ആ വേദിയിൽ തന്നെ അവര് പറഞ്ഞത് അപ്പനെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഞങ്ങള് ഏറ്റെടുത്ത് ചെയ്യാൻ പോവുക എന്നുള്ളത് ആ വേദിയിൽ കുഞ്ഞുങ്ങൾ 2 പേരും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ അവരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായില്ല. കാരണം ഞാൻ മൊത്തം ബോധം പോയി. കാരണം പെട്ടെന്നായിരുന്നു അപ്പയുടെ വേർപാടെന്ന് പറയണത്. ഞാൻ കഴിഞ്ഞ ജൂൺ, അതായത് 2020
24 ഡിസംബർ 8 ഒരു സൺഡേ ആയിരുന്നു. അപ്പൊ അന്ന് രാവിലെ സർവീസിന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പ പറഞ്ഞു എനിക്ക് ഇന്ന് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, കുഞ്ഞുങ്ങൾ പോട്ടെ, നീയും പോകണ്ട, നീ ഇന്ന് എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന്, അപ്പൊ അതിന് തലേദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ദേവദാസന്മാര് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ വിശ്വാസികൾ കടന്നു വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ട ദൂതുകൾ ആലോചനകൾ കൊടുക്കുക, വചന ശുശ്രൂഷ, ഇതെല്ലാം അപ്പൊ ഇവിടെ ഇരുന്ന് ചെയ്യണം. അപ്പൊ ചർച്ചയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ആ മീറ്റിങ്ങുകളെല്ലാം അപ്പൊ വീട്ടിൽ ചെയ്യത്തക്ക വിധത്തില് ദൈവം അപ്പയ്ക്ക് അവസരം ഒരുക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് ആ ശുശ്രൂഷകളെല്ലാം അപ്പൊ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ രാത്രി ശനിയാഴ്ച രാത്രിയിൽ ഒരു ദേവദാസൻ ഉണ്ടായത്. അദ്ദേഹം ഞായറാഴ്ച സർവീസിന് പോകേണ്ടതുകൊണ്ട് അദ്ദേഹം പോയി, വേറെ ദേവദാസൻ അദ്ദേഹവും പോയി. അതിനുശേഷം ഞാൻ ശനിയാഴ്ച രാത്രി ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയില്ല, ഞങ്ങൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ അങ്ങ് പോയി. എന്താണ് ഞങ്ങൾക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ പല കാര്യങ്ങളും സംസാരിച്ചു. അതിനുശേഷം രാവിലെ ആയപ്പോഴാണ് അപ്പ പറയുന്നത് ഇന്നും ഞാൻ ചർച്ചിൽ വരുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അങ്ങനെ അപ്പ വരാണ്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടെ പോയി സർവീസ് കഴിഞ്ഞ് അവര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവരിപ്പോ പറഞ്ഞു എനിക്ക് സോഡ വേണോന്ന് പറഞ്ഞ് മൂത്ത മോൻ വണ്ടി എടുത്തോണ്ട് പോയി. അവൻ അപ്പയ്ക്ക് സോഡ വാങ്ങിച്ചിട്ട് കൊടുത്തു. ആ സോഡ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അടുത്ത് ഇരുന്ന് അപ്പൊ ഇളയാള്, അപ്പൊ ഞാനും ഫാസ്റ്റിങ്ങിലായിരുന്നു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു മോനെ എന്നാ അമ്മയ്ക്ക് ഇത്തിരി കട്ടൻ കാപ്പി ഇട്ടുണ്ടെ തരാവോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇട്ടുണ്ടെ തരാമോ. അവൻ അപ്പൊ അവൻ ചോദിച്ചു അപ്പയ്ക്ക് വേണോ അപ്പയെന്ന് വെച്ചപ്പോ അപ്പൊ പറഞ്ഞു എനിക്ക് വേണ്ടടാ, അമ്മയ്ക്ക് കൊടുക്കും, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ നിൽക്കുമ്പോ പറഞ്ഞു എന്നാ അപ്പയ്ക്ക് ഒരു കട്ടൻ ചായ ഇട്ടുണ്ടെത്താന്ന് പറഞ്ഞു. അങ്ങനെ ചായ ഇടാന്ന് പറഞ്ഞ് പോയിട്ട് ഇവൻ ചായ ഇട്ടുണ്ട് തിരിച്ചു വരുമ്പോ ആ സമയം ഇച്ചിരി സമയം എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം, അവൻ ചായ കൊണ്ടുവരുന്ന നേരം വരെ അപ്പ എന്റെ കാപ്പി കുടിച്ചോന്നും പറഞ്ഞു എന്റെ ഇരുന്ന കാപ്പി, ഞാൻ കുടിച്ച കാപ്പിയുടെ ബാക്കി അപ്പയ്ക്ക് കൊടുത്തു. അപ്പൊ ആ കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞപ്പോ അപ്പൊ എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചരിഞ്ഞ് കട്ടിലിൽ സൈഡിലോട്ട് കിടക്കാൻ നോക്കി, അപ്പയ്ക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ വീണ്ടും കട്ടിലിൽ തന്നെ ഇരുന്നിട്ട് നേരെ ഞാൻ നിൽക്കുവായിരുന്നു, എന്റെ നെഞ്ചിലേക്ക് എന്റെ മേത്തേക്ക് ഇങ്ങനെ കുഴഞ്ഞങ്ങ് വീഴുന്നു. പെട്ടെന്ന് എന്ത് പറ്റി അപ്പാന്ന് ചോദിക്കുമ്പോ അപ്പയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ ഞാൻ നേരെ താഴ്ച അങ്ങോട്ട് കിടത്തി ഞങ്ങളിങ്ങനെ നോക്കി. അപ്പൊ മോൻ പറഞ്ഞു അപ്പൊ അതേ ശരിക്കും നോക്കുന്നുണ്ട്, അപ്പന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ ശരിയായി കാണും, അപ്പൊ കണ്ണൊക്കെ തുറന്നാ നോക്കുന്നേ അമ്മന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും വിശ്വസിച്ചു. കാരണം അപ്പനും പ്രാർത്ഥിക്കുമ്പോ ഞങ്ങൾ ഈ രോഗസൗഖ്യം കാര്യങ്ങളും ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ അതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അങ്ങനെ പോവുക. അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചത് അത് അപ്പന്റെ സൗഖ്യമായിരിക്കുന്നു. പക്ഷെ അപ്പൻ ഈ ലോകത്തിൽ നിന്നും കർത്താവിന്റെ യേശുപ്പന്റെ അടുക്കലേക്ക് പോകുന്ന സമയമായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി മാനസികമായി എന്റെ ബോധമൊക്കെ പോയി വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിരുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും കരുതലും, എവിടെ പോയാലും ഈവൻ അപ്പന്റെ സൈറ്റിൽ പോകുമ്പോ പോലും ഞാൻ അപ്പന്റെ കൂടെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയങ്ങളിൽ വലിയ വയറൊക്കെ വെച്ചിരിക്കുമ്പോഴും പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റു ബ്രദേഴ്സ് ഒക്കെ ചോദിക്കും ഇതിനെ വീട്ടിലിരുത്തിയിട്ട് പോകുന്നൂടെ, എന്തിനു ഈ വയറും വെച്ച് ഇതിനെ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിലെ വീട്ടിലിരുത്താനല്ല ദൈവം എനിക്ക് തന്ന, അല്ലെങ്കിൽ ഞാൻ ഇതിനെ കൊണ്ടുവന്ന് എന്റെ കൂടെ ഇരിക്കാനാ. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, മരണസമയത്ത് എന്റെ കൂടെ എന്റെ അടുത്ത് എന്നോട് വർത്താനം പറഞ്ഞ് സ്നേഹത്തോടെ. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോഴും ഇന്നിപ്പോ 66 ദിവസമായി അപ്പയുടെ വേർപാട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടല്ല. പക്ഷെ കർത്താവിന്റെ സാക്ഷിയാകുക എന്നുള്ളത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് കർത്താവിൽ ഞാനത് ശരണപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾ അവിടെ ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരിക്കലും പുറകോട്ട് മാറത്തില്ല. കാരണം അതുകൊണ്ടായിരിക്കണം ദൈവം ആ തക്ക സമയത്ത് അവരെ ശുശ്രൂഷ കൈമാറി, അഭിഷേകം കൈമാറി, അവരെ ആ കൃപയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവം അവരെ ആക്കി തീർത്തെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാല് ഇന്ന് ഞങ്ങൾ ആ സഭ കർത്താവിന്റെ നാമത്തിൽ അപ്പയ്ക്ക് പകരക്കാരനാക്കി കുഞ്ഞുങ്ങളെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ആ സഭ മുൻപോട്ട് കൊണ്ടുപോകുകയാണ്. ഹല്ലേലൂയ. അതിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ലോകം എന്ത് പറയും, ജനം എന്ത് പറയും എനിക്കറിയില്ല. പക്ഷെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് അതിന്റെ മുൻപിൽ ഒരു ശുശ്രൂഷയുണ്ട്, അതിനകത്തൊരു ദൈവ പദ്ധതിയുണ്ട്. അത് കർത്താവ് ഞാൻ ഈ മുമ്പേ ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു ഇത് വിറ്റിട്ട് വേറെ എവിടേക്കെങ്കിലും കർത്താവ് ഞങ്ങളെ കൊണ്ടുപോകാവോ. അപ്പൊ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് വിട്ടിട്ട് എവിടെയാ നിനക്ക് കൊണ്ട്. ഞാൻ പറഞ്ഞു ഭൂതവും വിശ്വാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേട്ട് കൊണ്ടുപോകുമോ. അപ്പൊ നമുക്ക് വചനമൊന്നും അറിഞ്ഞൂടാ. അപ്പൊ കർത്താവ് പറഞ്ഞു ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതിൽ അതിലെ നിവാസികൾക്ക് യഹോവയ്ക്കുള്ളതാ. രണ്ടാമത് തന്നെ പിശാചിന് ഭൂമി അധികാരമായിട്ട് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഇത് വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, ഇവനില്ലാത്തൊരു ഏരിയ ഭൂമിയിൽ ഇല്ല. അങ്ങനെ ദൈവം അതിനകത്ത് ബലം തന്ന് നിർത്തി. അപ്പൊ ഇവിടെ എല്ലാം കർത്താവിന്റെ പദ്ധതിയായിരുന്നു. കർത്താവ് പറയാം ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് കർത്താവിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ.
അപ്പൊ ഈ ദേശത്തെ കുറിച്ച് കർത്താവ് വളരെ സ്നേഹിക്കും. കർത്താവ് എന്നോട് പറഞ്ഞത് ഈ ദേശം ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ദേശമാണ്. പല ദേവദാസന്മാരെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചിട്ടുണ്ട്, മുറിവേറ്റിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, പല രീതിയിൽ ഇവിടെ നിന്ന് ഓടിപ്പോയ ദേവദാസന്മാരുണ്ട്. പക്ഷെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്റെ കൃപയാൽ. ഇത് ഞാനാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനൊരിക്കലും ജയിക്കത്തില്ലെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ മുൻപോട്ട് പോവുകയാണ്. ദേവദാസനും അവസാന സമയങ്ങളിൽ ഇങ്ങനെ പറയുമായിരുന്നു, കർത്താവ് ഇന്ന് എന്നോട് സംസാരിച്ച്, നീ എന്റെ പ്രിയനാ, നീ എന്റെ പൊന്നാ, നീ എന്റെ മുക്ത, നീ എന്റെ സ്വന്തമാ, എനിക്ക് നീ വലിയവനാ, വിലയേറിയവനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പന്റെ സ്വർഗീയ പിതാവും ഹസ്ബൻഡും തമ്മിൽ ഭയങ്കര ആഴമേറിയ ബന്ധമായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുക, അപ്പന്റെ സമയമായപ്പം അപ്പൻ അങ്ങോട്ട് വിളിച്ചതാ. കാരണം ഇനി നീയല്ല അടുത്ത തലം, കാരണം ലോകത്തിന്റെ സമയം അല്ലെങ്കിൽ അതുപോലെ മോശവും വഷളത്വവും ആയിരിക്കുമ്പോ കർത്താവിന്റെ സമയം ഏറ്റവും അടുത്തിരിക്കുക. ഇനി യൗവനക്കാരെ കർത്താവ് തന്നെ വേലക്കൊരുക്കുന്ന സമയമാണ്. അതുകൊണ്ടായിരിക്കാം കർത്താവ് തന്റെ അഭിഷിക്ത ശുശ്രൂഷകനെ ആമേൻ കർത്താവിന്റെ നല്ല സമയത്ത് നല്ല യൗവനത്തിൽ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുത്തിയിട്ട് പകരം തന്റെ എന്താ പറഞ്ഞ ശുശ്രൂഷക്കാരൻ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആ ഉദരത്തിൽ വെച്ച കൃപ പ്രാപിച്ച അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ആകയാൽ ഈ വേദനകൾ അല്ലെങ്കിൽ ഈ വേർപാടുകൾ അമ്മയോടുള്ള ബന്ധത്തില്, പിന്നെ എന്റെ അപ്പയുടെ അമ്മയെ ഇവിടെ കൊണ്ടുവന്നു, ഞങ്ങളുമായിട്ട് അത്രയും വിശ്വാസത്തിൽ പോയത് കൊണ്ട് ഒത്തിരി അകന്ന് നിന്ന് മാതാവാണെങ്കിലും അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ അപ്പയ്ക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അമ്മയെ നോക്കണം കാര്യങ്ങളൊക്കെ. ദൈവത്തിന്റെ കൃപയാല് അമ്മ ഞങ്ങളുടെ കൂടെ വന്നു 1.5 വർഷക്കാലം അമ്മയ്ക്ക് ദൈവകൃപയാല് നോക്കാൻ ദൈവം സഹായിച്ചു. അത് സന്തോഷത്തോടെ, അമ്മയും വളരെ സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അങ്ങനെ അമ്മയ്ക്കും അങ്ങനെ ദൈവം ഒരു അവസരം കൊടുത്ത് അപ്പയ്ക്കും നോക്കാൻ, അങ്ങനെ അപ്പന്റെ ഉത്തരവാദിത്തങ്ങള് എല്ലാം കർത്താവ് തീർപ്പിച്ചിട്ടാണ് അപ്പനെ ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. കാരണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ അത് തിരിച്ചറിയുക. അപ്പൊ ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല, അല്ലെങ്കിൽ ദൈവം ഒരു കാര്യം പദ്ധതിയിട്ട് അത് പാതിക്ക് നിർത്തി പോകുന്നതിന്, അത് പൂർത്തീകരിക്കാതെ ദൈവം അടങ്ങത്തില്ല. വചനം പറഞ്ഞില്ലേ, കർത്താവ് അയച്ച ദൈവത്തിന്റെ വചനം അത് നിവർത്തിയാകത്തക്കവണ്ണം അല്ലെങ്കിൽ നിവർത്തിയാകുവാൻ വേണ്ടി ആ വചനത്തിന്റെ മേൽ ജാഗരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ദൈവം തന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. അത് പൂർത്തിയാക്കിയാൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ കർത്താവിന്റെ വിളിക്കായും കർത്താവിന്റെ വരവിനായും ഒരുങ്ങിയിരിക്കുന്നവരാ. എപ്പോഴാ നമ്മുടെ വിളിയെന്നോ വരവെന്നോ നമുക്കറിയില്ല. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അപ്പന്റെ ഈ വേർപാടോടുകൂടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി അധിക സമയമില്ല. കാരണം ഇനി കർത്താവിന്റെ സമയമാ. എത്രയും വേഗത്തിൽ വേല തികയ്ക്കുക, പോവുക. കാരണം അതേ ഉള്ളൂ ഇനി എന്റെ മുമ്പിൽ. കാരണം ഈ ലോകത്തിൽ നമുക്ക് ഇനി ഒന്നുമില്ല, സുഖവും സന്തോഷവും. കാരണം കർത്താവല്ല, അല്ലെങ്കിൽ കർത്താവ് ഇല്ലാതെയല്ല, കർത്താവിലല്ലാത്ത വേറൊരു സുഖവും സന്തോഷവും ഇനി ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അത്രയ്ക്ക് ഒരു ബോണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബന്ധമായിരുന്നു ഞാനും എന്റെ അപ്പയും കൂടെ. കാരണം എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് കൂടുതലായിരുന്നു. കാരണം ഞാൻ അത്രത്തോളം എന്റെ ഒരു വിഗ്രഹം പോലെ എന്റെ അപ്പയെ കൊണ്ടു നടന്നെന്ന് വേണമെങ്കിൽ എനിക്ക് പറയും. കാരണം പലപ്പോഴും ശുശ്രൂഷയ്ക്കൊക്കെ എന്നെ വിട്ടിരുന്നത് അപ്പയാ. പക്ഷെ പലപ്പോഴും ഞാൻ ഈ അപ്പയുടെ പേരും പറഞ്ഞ് ഒഴിവാക്കും, എനിക്ക് താല്പര്യം ഇല്ലാണ്ട് ഞാൻ മാറി. പക്ഷെ കർത്താവ് ഒത്തിരി സമയം എന്നെ അതിന് മുമ്പോട്ട് ഫോഴ്സ് ചെയ്തപ്പോഴും ഞാൻ ഈ അപ്പന്റെ പല കാര്യങ്ങളും പറഞ്ഞ് മാറി നിന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ഇനി കിടക്കുന്നത് കൊണ്ടാ എന്നെ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിന് മുമ്പേ പോയാന്. അപ്പൊ ഇതെല്ലാം കർത്താവിന്റെ പദ്ധതിയാ. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ മേഖലകളിലും ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചും കരുതൽ അനുഭവിച്ചും വിശ്വസ്തത അനുഭവിച്ചും കർത്താവ് ഏൽപ്പിച്ച വേല തികച്ച് കർത്താവിന്റെ സന്നിധിയിൽ എത്തണം എന്നത് മാത്രമേ ദൈവത്തിന്റെ കൃപയിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ അവർക്കും ഒറ്റ ആഗ്രഹമുള്ളൂ, എത്രയും വേഗം അപ്പ പോയിടത്തേക്ക് പോകണം. അവരും പറയും, ഇനി ഇവിടെ ഒരു സുഖമില്ലമ്മ, അപ്പ ഇല്ലാതെ ഒരു സുഖമില്ല, ഇനിയിപ്പോ നമുക്ക് യേശുപ്പയുടെ അടുത്തോട്ട് പോകാം. കാരണം അവിടെ ഞങ്ങൾ 4 കൂടുമ്പോഴായിരുന്നു ഒരു ലോകം ഒരു സുഖവും. കാരണം ആ ഒരു മിസ്സിങ് ഞങ്ങൾക്ക് വേറെ ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് അതിന് കൃപ തരും, ഞങ്ങളത് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയുള്ള മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. മുമ്പോട്ട് എന്താണ് ഏതാണ് അതെല്ലാം തമ്പുരാന്റെ കയ്യിലായിരിക്കുന്നത്. കർത്താവ് ഒരിക്കലും ചതിക്കില്ല, വഞ്ചിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, കർത്താവ് ഒരിക്കലും നമ്മളെ ചതിക്കില്ല, കർത്താവ് ഒരിക്കലും നമ്മളെ വഞ്ചിക്കില്ല. കർത്താവ് വിശ്വസ്തനാ. ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവിന്റെ വേല തികച്ച് അപ്പന്റെ സന്നിധിയിൽ എത്തണമെന്ന് മാത്രമേ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി ദൈവം ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഇങ്ങനൊരു അവസരം കർത്താവിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് പ്രിയ മത്സര കുടുംബത്തോട്, പ്രിയ സാന്റി ആന്റിയോടും പിന്നെങ്കിളിനോടുള്ള നന്ദി സ്നേഹവും പറയുകയാണ്. എല്ലാ മഹത്വവും തമ്പുരാന് തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
പ്രത്യേകിച്ച് വേർപാടിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലും ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുന്നുവല്ലോ. കുഞ്ഞുങ്ങളെ കർത്താവ് പിതാവ് നടന്ന പാതയിൽ പിൻപറ്റുവാൻ തൊക്കണം ഒരിക്കലും അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരെ രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആ കൂട്ടായ്മയെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും പിന്നെയും കർത്താവ് പകരും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് സിസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധനാം ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി, നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വീണ്ടും ഒരു ബുധനാഴ്ച കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങള് ഹല്ലേലൂയ സംസാരിച്ചതെല്ലാം അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടു. ചില കുറവുകളെല്ലാം കർത്താവെ അങ്ങ് അറിയുന്നു, കൂടുതലുകൾ അറിയുന്നു. അതെല്ലാം കേൾക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് വളരെ വിടുതലിന്, അനുഗ്രഹത്തിനും സാക്ഷ്യത്തിനും ഒക്കെ കാരണമാക്കി തീർക്കണമേ കർത്താവെ. ഇത് കേൾക്കുവാൻ ദൈവം ഓരോരുത്തരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അവരിലേക്ക് അനേകര് കർത്താവെ ഹല്ലേലൂയ കേൾക്കുന്നവർ ഹല്ലേലൂയ കർത്താവിനെ കാണണം. അങ്ങയുടെ വചനം സത്യമെന്ന്, അങ്ങ് ജീവിക്കുന്ന ദൈവമെന്ന്, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഹല്ലേലൂയ ഈ കേൾക്കുന്ന ജനങ്ങൾ കേട്ട് അവര് രക്ഷയിലേക്ക് വന്ന് കർത്താവിന്റെ സ്നേഹവും അങ്ങയുടെ മക്കളും അവകാശികളുമായി തീരുവാൻ സ്വർഗം അവരുടെ ജീവിതത്തെ ഒരുക്കേണ്ടതിന് ആമേൻ, ആമേൻ. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ പ്രിയ പ്രേക്ഷകരെയും കർത്താവിന്റെ കരങ്ങളിൽ തന്ന് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതിൽ അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ കടന്നുപോയ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ശക്തീകരിച്ചു, ബലപ്പെടുത്തി, അനുഗ്രഹിച്ചു. ഞങ്ങളെ മുൻപോട്ട് ഇതുവരെ നിർത്തിയ ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുനാമ മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുരക്ഷന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവിൽ പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ അനി സിസ്റ്റർമേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. തുടർന്നും 82-ാമത്തെ വയസ്സിൽ, എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി അല്ലേ, 2 months ആയില്ല. ഞങ്ങളോർത്തു ഈ സാക്ഷ്യം ഇത്ര പെട്ടെന്ന് കൊണ്ടുവരണമോ, കാരണം 2 മാസങ്ങൾ മാത്രമേ ആയുള്ളൂ പ്രിയപ്പെട്ടവൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിട്ട്. നല്ല കർത്താവിൻ്റെ കൃപയാൽ പ്രിയ സഹോദരിയെ കർത്താവ് ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിന്നെയും ശക്തമായിട്ട് കുടുംബത്തെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്പർ തന്നത് സോഫിയാൻ്റിയാണ്. സോഫിയാൻ്റിയെ പ്രേക്ഷകർക്കറിയാമല്ലോ, നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ സാക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സോഫിയാൻ്റിയുടെ 2 കുഞ്ഞുങ്ങൾ ഒന്നിച്ച്, മകനും മകളും, ചില മാസങ്ങളുടെ ഗ്യാപ്പിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് വലിയൊരു അനുഭവമായിരുന്നു. നമ്മുടെ ആദ്യത്തെ സാക്ഷ്യങ്ങളിൽ ഒന്നാണ് സോഫിയാൻ്റിയുടെ സാക്ഷ്യം. സോഫിയാൻ്റി പ്രത്യേകിച്ചും തുല്യ ദുഃഖിതരായവർക്ക് വേണ്ടി, ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളൊക്കെ വേർപെട്ട് ദുഃഖത്തിലൂടെ പോകുന്നവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഓൺലൈനിൽ നടത്തുന്നുണ്ട്. താങ്ക് യു സിസ്റ്റർ. ഇവിടെ നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി, സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായും അനേകർ പലതുമായ വേർപാടിൻ്റെ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്നവർ. അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവരെയും സിസ്റ്ററെ ആശ്വസിപ്പിച്ച നല്ല കർത്താവ് സിസ്റ്ററെ അവരെ എല്ലാം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാളും കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.